എല്ലാ ശ്രോതാക്കളെയും കർത്താവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ സൈച്ചാൻ ഫാമിലി, പ്രിയ ചേച്ചി, കുഞ്ഞുങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാവരെയും, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നമുക്ക് ദൈവസാന്നിധ്യത്തിൽ അകലങ്ങളില്ലാത്തതുകൊണ്ട് കർത്താവിൽ നമ്മൾ ഒരേ ഇടത്താണെന്ന് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയ കർത്തദാസൻ, പ്രിയ സഹിച്ചാൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിലേക്ക് വളരുവാൻ കർത്താവും ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ ആ ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. നാം ഈ ആയിരിക്കുന്നതെല്ലാം ഒറ്റ റീസണാണ്, കർത്താവിൻ്റെ സ്നേഹം. പ്രിയ അച്ഛൻ പറഞ്ഞ പോലെ കർത്താവിന് നമ്മളെ പുതപ്പിക്കാൻ ദൈവസ്നേഹത്തിൻ്റെ പുതപ്പാണ് ഏറ്റവും മനോഹരമായി ഭദ്രമാക്കി നമ്മളെ നിർത്തുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതലും കർത്താവിൻ്റെ എൻകൗണ്ടറുകളാണ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തുന്നതും. കർത്താവ് എൻ്റെ ലൈഫിലുണ്ടായ ഇടപെടലുകളാണ് അതിലേറ്റവും മാധുര്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയാൻ. ഞാൻ ദൈവസ്നേഹത്തെ കർത്താവ് ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളിൽ നിറച്ചു തരുവാനിടയായി. ഈ സെഷനിലും ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ചിലപ്പോൾ വചനങ്ങളായിരിക്കാം, പാട്ടുകളായിരിക്കാം, ഏതളവിലായാലും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഫ്രഷ് ടച്ച് എല്ലാവരിലും ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ ജീസസ്. ഞാനിങ്ങനെ പാടുവാനും വർഷിപ്പ് ചെയ്യാനും ഒക്കെ പ്രിയാച്ചാനും എനിക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രെയർ ഡിസ്കണക്റ്റ് ആവരുത്. ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും മേക്ക് യൂസ് ഓഫ് യുവർ ടൈം. ഇപ്പോൾ ലഭിച്ച ഈ സമയം നമുക്ക് പൊന്നുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്നറിയാം. ഞാൻ ഇതിൻ്റെ വരികൾ ഷെയർ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കോ-ഹോസ്റ്റ് ആണെങ്കിൽ അത് പോസിബിൾ ആണെന്ന് കാണിക്കുന്നുള്ളൂ. എങ്കിലും പരിചയമുള്ള വരികളാണെങ്കിൽ ചേർന്ന് പാടുക. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ. ഈ സോങ്ങിന് ഗിറ്റാർസ് പ്ലേ ചെയ്തത് പ്രിയ സഹിച്ചാൻ തന്നെയാണ്. ബേസൊക്കെ പ്ലേ ചെയ്തത്. ഇതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹം, ദൈവസ്നേഹം, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹം. എന്തു പകരം തുല്യമാ ഒന്നുമില്ല നാഥൻ. എന്തു നൽകും പകരം തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം കാതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം കാതനെന്നെ സ്നേഹിച്ചു. നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഇത്രത്തോളം ഈ ഫാസ്റ്റിംഗ് പ്രയർ നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വലിയ മിറക്കിളാണ്. നമ്മൾ ഈ സെഷനിൽ കൊണ്ടുവന്നിരുത്തിയത് ഒരു അത്ഭുതമാണ്. ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇത് നിങ്ങളുടെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റിൻ്റെ സമയം. കർത്താവിന് ഒത്തിരി നന്ദി പറയാം. രാത്രിയിൽ കർത്താവ് വക തരുന്നു, കൃപ തരുന്നു.
ദൈവസ്നേഹം സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിൽ എൻ്റെ പേർക്കായി യേശു ചോരിഞ്ഞതാ നിത്യസ്നേഹമേ. ദൈവസ്നേഹം ദൈവസ്നേഹം. താങ്ക് യു ഫാദർ. കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം അങ്ങനെ സ്നേഹിച്ചതാണ്. രാത്രി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്നേഹം, മധുരം, അപ്പോൾ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. എന്തു നൽകും പകരം തുല്യമാ ഒന്നുമില്ല നാഥ. എന്തു നൽകും പകരം തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ നന്ദിയോടെ പാടിടുന്ന ദൈവം, ഇത്രത്തോളം കാതനെ സ്നേഹിച്ചുവൻ. നന്ദിയോടെ പാടിടുന്ന ദൈവം, നന്ദിയോടെ കഴിയുമെങ്കിൽ അതിനെല്ലാം നന്ദി പറഞ്ഞു. ആത്മാവിലൊന്ന് നന്ദി പറഞ്ഞു. ഭാഷ സ്തോത്രത്തിന്റെ ശബ്ദത്തിൽ ഇന്ന് രാത്രിയിൽ ഈ സെഷൻ തുറക്കപ്പെടട്ടെ. ആത്മാവിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ്ഗിവിംഗ്. ഇന്നത്തെ സെഷന്റെ എല്ലാം താക്കോൽ സ്വർഗം ചിലരുടെ അധരങ്ങളിൽ തന്നിരിക്കും. സ്തോത്രത്തോടെ തന്റെ വാതിലുകളിൽ കടന്നു വരും. നന്ദി എന്നാണ് സ്തോത്രം. ഇൻ അഡ്വാൻസ് വി ആർ ഓഫറിംഗ് താങ്ക്സ്ഗിവിംഗ്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നോണ്ടും നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കേൾപ്പിക്കുന്ന ഒരു ദൈവശബ്ദം റിഫൈൻ എന്നൊരു വേർഡാണ്. റിഫൈൻ. അതിനകത്ത് കർത്താവ് കുറേ മേഖലകൾ ഇന്ന് രാത്രിയിൽ തുറക്കും. പക്ഷേ റിഫൈൻ എന്നൊരു വേർഡ്, അത് നമുക്കറിയാം, പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളൊരു വാക്ക് അതിനകത്തുണ്ടെങ്കിലും ഞാൻ കാണുന്നത് അതിനേക്കാളും വലിയ കുറേ റെലംസ് റിഫൈനിൽ സ്പിരിറ്റിലും മൈൻഡിലും ബോഡിയിലും ഹെൽത്തിലും എല്ലാം കർത്താവ് ഇന്ന് രാത്രിയിൽ കർത്താവ് ചെയ്യുകയാണ്. അശുദ്ധമായതിനെ, ചിലതിനെ ദേഹം ദേഹി ആത്മാവിൽ നിന്ന് കർത്താവ് നീക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഈ റിഫൈൻ എന്നുള്ള വേർഡ് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവ് ഒരു ഉറപ്പ് തരുന്നത് കേവലം ശുദ്ധീകരിക്കപ്പെടുക മാത്രമല്ല, അതിൻ്റെ റിയൽ പർപ്പസിലേക്ക് ചിലതിനെ കൊണ്ടുവരികയാണ്. യെസ് കർത്താവ് ഇന്നത്തെ തീമിന് ചേർന്നൊരു വേർഡല്ല, പക്ഷെ ഈ വാക്യം വായിച്ച് തുടങ്ങാൻ എന്നോട് കർത്താവ് ഒരു പ്രേരണ തരുന്നു. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. വെള്ളിക്ക് ഒരു ഉത്ഭവ സ്ഥാനമുണ്ട്. യോബ് തൻ്റെ സഹനങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കർത്താവിലുള്ള ആശ്രയം വെടിഞ്ഞിട്ടില്ല. ആ കർത്താവിൽ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് ആ ദൈവമനുഷ്യൻ പറയുന്ന ചില വാക്കുകളിൽ ഒന്നാണ്, ഷ്യൂർലി ദർ ഇസ് എ മൈൻഡ് ഫോർ സിൽവർ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവശബ്ദമാണ്. ഇന്നും സയൻസ് പറയും, മെറ്റീരിയൽ സയൻസ് പറയും, ഈ വചനം എത്രമാത്രം റെലവൻ്റ് ആണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലേ? വേർഡ് ഭയങ്കരമായിട്ട് എവർലാസ്റ്റിംഗ് ആണ്. നൂറ്റാണ്ടുകൾ പലതും മാറി, ജ്ഞാനം മാറി, ഹൈപ്പോത്തസിസ് മാറി, പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്ന മാറിയിട്ടില്ല. ഇത് നോക്കുക, ആത്മാവിൽ യോബ് നിന്ന് വിളിച്ചു പറയാണ്, വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനമുണ്ട്, ഒരു മൈനുണ്ട്. യെസ്, പൊന്നൂതി കഴിക്കുവാൻ ഒരു സ്ഥലമുണ്ട്. ദർ ഇസ് എ പ്ലേസ് വെയർ ഗോൾഡ് ഈസ് റിഫൈൻഡ്. വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനമുണ്ട്, ഒരു മൈനുണ്ട്. നോക്കിക്കേ, ചിലരുടെ ലൈഫിനെ നിങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രൊഫറ്റിക് വേർഡ് പോലെ പറയുകയാണ്.
നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയാൽ ലോകം ഒരു മൈൻ കാണുന്നത് പോലാണ്. നിങ്ങൾ മൈൻ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കരിയൊക്കെ പിടിച്ചു കിടക്കുന്ന കൽക്കരിയുടെ ഖനികൾ ഒരുപക്ഷെ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ആ ഖനി നോക്കിയാൽ ആളുകൾക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഖനിക്കപ്പുറം ഇത് റിഫൈൻ ചെയ്ത് പുറത്തു വരുന്നൊരു തിളക്കമുള്ളൊരു പൊന്നുണ്ടെന്ന്, ഒരു വെള്ളി ഉണ്ടെന്ന് അതിൻ്റെ ഉടയവൻ അറിയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഈ പ്രയറിൽ ഫാസ്റ്റിങ്ങിൽ മുട്ടുമടക്കിയിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ നിന്നെ അളക്കേണ്ടത് ഈ ഖനി നോക്കിയിട്ടല്ല. നീ നിൻ്റെ ഈ ചെറിയ തുടക്കങ്ങളെ നോക്കി അസസ് ചെയ്യുന്നവരുണ്ടാകും, ചെറിയ തുടക്കങ്ങളെ നോക്കി വിലയിടുന്നവരുണ്ടാകും. പക്ഷേ ജീസസ്, ഇതിനകത്തൂടെ ഒരു പൊന്ന് പുറത്തു വന്നാൽ അത് ലോകത്തിന് വിലമതിക്കാനാവാത്തതായി മാറ്റുന്നത് പോലെ സ്വർഗം ചിലരെ റിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ കുടുംബങ്ങളെ, ചില വ്യക്തി ജീവിതങ്ങളെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഈ സെഷൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒരു ഖനി, ഒരു ഉത്ഭവസ്ഥാനത്തിൻ്റെ ഒരു തലം മാത്രമേ നിങ്ങൾ അവരിൽ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ, കണ്ണുനീരുകൾ, അവർ ഇപ്പോൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അവരെ റിഫൈൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. റഖഠല ബാഷ്യാൻഠലമോ പ്രഭാഠനിയ അർത്ഥനിയ. ഹല്ലേലൂയ. അടുത്ത വാക്ക് പറയുന്നു, ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. ഇയ്യോബ് തൻ്റെ ആത്മാവിൽ നിന്ന് വിളിച്ചു പറയുന്നത്, ആത്മ കണ്ണുകൊണ്ട് ഇന്ന് രാത്രിയിൽ കാണുക. ലോകം കാണുന്നത് മണ്ണാണ്, ലോകം കാണുന്നത് കല്ലാണ്. പക്ഷെ ഇതിനകത്തുനിന്ന് വിലപിടിപ്പുള്ള ചിലതിനെ സ്വർഗം പുറത്തെടുക്കുന്നത് പോലെ ഈ പ്രയർ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രോമിസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവദാസനും കുടുംബവും പ്രയർ വാരിയേഴ്സ് ഇതിനകത്ത് പ്രാർത്ഥനയിൽ പങ്കാളികളായിട്ടുള്ള സഹോദരിമാരുണ്ട്. ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടും വിവിധ ഇടങ്ങളിലും നിങ്ങൾ പലയിടങ്ങളിൽ ശുശ്രൂഷ മേഖലകളിലൊക്കെ ചുമൽ കൊടുത്തവരുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, ഈ 2023 ആരംഭ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ ചിലതിനെ റിഫൈൻ ചെയ്യുന്നു. ഇതിൻ്റെ ഷേപ്പ് മാറുന്നു, ഇതിൻ്റെ തിളക്കം മാറുന്നു, ഇതിൻ്റെ വില മാറുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നതിൻ്റെ റിയൽ പർപ്പസ് നോക്കിക്കേ. ഒരു പിടി മണ്ണിനെ കയ്യിലെടുത്താൽ അതിന് വലിയ പർപ്പസ് ഒന്നുമില്ല. പക്ഷേ വചനം പറയുന്നു, ആ മണ്ണിൽ നിന്ന് ഇരുമ്പോ ചെമ്പോ വെള്ളിയോ പൊന്നോ ഒക്കെ പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ പർപ്പസ് ലോകം അറിയുന്നത് പോലെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു വചനത്തിൽ ആത്മാവ് ഇത് എഴുതിപ്പിച്ച വ്യക്തി ഇയ്യോബാണ്. ഇയ്യോബിനേക്കാളും ഈ വചനം എഴുതാൻ യോഗ്യരായി പരിശുദ്ധാത്മാവ് മറ്റാരെയും കണ്ടില്ല. ഹല്ലേലൂയ. ദീർഘനാളുകളായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ചിലരോട് പറയുന്ന ചിലരുടെ സാക്ഷ്യങ്ങൾ ഇതുപോലായിത്തീരാൻ പോകുന്നു. ഒത്തിരി പേര് ഈ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ചിലർ ഈ വചനത്തെ വളരെ പേഴ്സണലായി റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇത് യോഗ്യതയുള്ളൊരു യോബിനെ കൊണ്ട് എഴുതിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഇത് ചിലരെ വ്യക്തിപരമായി ഇതിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ഈ വചനം പുറപ്പെടുവിച്ച ഒരു വ്യക്തിയുണ്ട്, വചനം റിസീവ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ഇത് പരിശുദ്ധാത്മാവാണ് കണക്ട് ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രിയിൽ നമ്മൾ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ജീവൻ വെക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഒന്ന് സ്തോത്രം ചെയ്തേ, കണ്ണുകളെ മൂടിക്ക്, ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരംഭ നാളുകളിൽ കർത്താവ് തന്ന മറ്റൊരു പാട്ട് കർത്താവ് പെട്ടെന്ന് പാടാൻ പറയുന്നു. പർപ്പസിനെ റിവീൽ ചെയ്യുന്നൊരു സമയം വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ നന്ദി പറയണം, നീ സ്തോത്രം ചെയ്യണം, എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയണം. ഹല്ലേലൂയ. ഉയർച്ചകൾക്ക് നമ്മൾ നന്ദി പറയും, പക്ഷെ താഴ്ചകൾക്കും നന്ദി പറയണം. ഹല്ലേലൂയ. വിട്ടിട്ട് പോയവർക്ക് നന്ദി പറയണം. ഹല്ലേലൂയ. നിന്നിൽ വലിയ പർപ്പസ് ഒന്നും കാണാതെ നിന്നെ റിജക്റ്റ് ചെയ്തവർക്ക് നന്ദി പറയണം. ഹല്ലേലൂയ. മാറ്റി നിർത്തിയവർക്ക് നന്ദി പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനത്തിലൊരു ഉപമയുണ്ട്, വിലപിടിപ്പുള്ള നിധി ഒളിച്ചു കിടന്ന ഒരു വയലിനെ കുറിച്ച്. തീർച്ചയായിട്ടും അത് ദൈവരാജ്യത്തിൻ്റെ ഉപമയാണ്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ കണ്ടെത്തിയ ഉപമയാണത്. നമ്മളെ പലരും പണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ കർത്താവ് കണ്ടതുപോലെ ആരും നമ്മളെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ.
ഒന്ന് ആമേൻ പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലരും നമ്മളെ കണ്ടപ്പോൾ വലിയ വിലയൊന്നും തോന്നിയില്ല. ഹല്ലേലൂയ. ഈ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചതുപോലെ പല വീടുകളെ നോക്കി എന്തായിത്തീരും, ഈ ഗലീലയിൽ നിന്ന് എന്തെങ്കിലും വെളിച്ചം വരുന്നോ? ഇരുട്ട് പിടിച്ചു കിടന്ന, മരണം വിതച്ച് കിടന്ന ചില ദേശങ്ങളിൽ നിന്ന് ലോകം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ കുടുംബങ്ങളെ മാറ്റി എഴുതുന്ന കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ബോധ്യം കർത്താവ് തന്നപ്പോൾ, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് സോങ് എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം മതി എനിക്ക്. ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി, നന്ദി. രാത്രിയിൽ ചില കുടുംബങ്ങളോട് കർത്താവ് പറയുന്നു, സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു. എനിക്ക് ഇത് പറയാതെ ഇന്നത്തെ മിനിസ്ട്രിയിലോട്ട് നോക്കണമാവുന്നില്ല. കാരണം കർത്താവ് പറയുന്നു, ചിലരോട് മനസ്സ് തുറന്ന് നന്ദി പറയും. ചിലരെ നോക്കി ഒന്ന് ബ്ലസ് ചെയ്ത്, ചിലർ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു, കർത്താവെ ആ പേഴ്സൺ, ആ വ്യക്തിയെ ഞാൻ ബ്ലസ് ചെയ്യും. ചില മൊമെന്റ്സിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ കർത്താവ് പറയുന്നു ആ സമയത്ത് നോക്കി ബ്ലസ് ചെയ്യും. നന്ദി പറഞ്ഞു, നന്ദി പറഞ്ഞു. നമ്മുടെ സ്പിരിച്വൽ ലൈഫിലൊരു സ്ഥാനമാണ്. നന്ദി, നന്ദി. എന്നെ നിത്യതയോടടുപ്പിച്ച് ആ നല്ല അനുഭവത്തിൽ നന്ദി, നന്ദി. നിത്യതയോടടുപ്പിക്കും എല്ലാ സാന്നിധ്യം മതിയെന്ന് നമുക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ പേഴ്സണലി കർത്താവ് ഈ വേർഡ് പോയി വീഴുന്നത് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ബീന സിസ്റ്റർ, ആ പ്രൊഫൈലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വരികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബോധ്യം കൊടുക്കുന്നു. ബീന ജെയിംസ് ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഈ സീസൺ ഒരു റിഫൈനിങ്ങിൻ്റെ സീസണാണെന്നും പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ചിലരുടെ മേൽ പേഴ്സണലി ആ വേർഡ് വന്ന് വീഴുന്നത് ആത്മാവിൽ ഞാൻ ഉറപ്പായും കാണുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ ഖനിയെ കണ്ടിട്ടാണ്. പക്ഷെ സ്വർഗം നിങ്ങളെ അളക്കുന്നത് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പൊന്ന് കണ്ടിട്ടാണ്. ഹല്ലേലൂയ. രഹബോത്ത് മിനിസ്ട്രിയെക്കുറിച്ചും കർത്താവ് ഒരു ബോധ്യം തരുന്നു. പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഷേപ്പിനെ മാറ്റുന്നു. ഷബാ ചഖല റബാ സിയാർഥേനിയ. ലോർഡ് ഈസ് റീഷേപ്പിംഗ്, റിഫൈനിങ്. ഇതിൻ്റെ അകത്തുനിന്ന് കർത്താവ് ചിലതിനെ വിലപിടിപ്പുള്ള ചില വ്യക്തി ജീവിതങ്ങളെ കൊണ്ടുവരുവാൻ സ്വർഗം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ ഇപ്പോൾ ഒന്ന് അന്യഭാഷയിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ റിഫൈനിങ് നടക്കുമ്പോൾ ശ്രദ്ധിച്ചേ, റിഫൈനിങ് നടക്കുമ്പോൾ സ്വർഗം നമ്മുടെ വിഷനെ റിഫൈൻ ചെയ്യും. എനിക്കിന്ന് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ മാത്രമല്ല ആത്മാവിൽ തൊടാനുള്ളത്. ചിലരുടെ 7 years, അടുത്ത ഒരു 7 yearsനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ഇപ്പോഴത്തെ ചില സിറ്റുവേഷനെ മാത്രം നിങ്ങൾ അസസ് ചെയ്യരുത്. അടുത്തൊരു 7 വർഷങ്ങളെ, പ്രത്യേകിച്ച് ചില തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വരുന്ന 2023, 24, 25 വർഷങ്ങൾ തുറന്നുള്ള ചില സമയങ്ങളെ ലോങ് ആയിട്ട് കാണാൻ ചില മാതാപിതാക്കൾ പറയുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ അവരുടെ സ്റ്റഡീസിൽ, അവരുടെ ആത്മീയ നിലവാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പക്ഷേ ചില ലോങ് വിഷനുകൾ ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങൾക്ക് മീതെ പതിക്കുന്നു. ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ബെസ്റ്റായിട്ടുള്ള ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഒരു എൻകൗണ്ടറിൻ്റെ മുമ്പിൽ കർത്താവ് ലൈഫിൻ്റെ മുമ്പോട്ടുള്ള ജേണിയെ മുഴുവൻ മാറ്റിയവരുണ്ട്. പെട്ടെന്ന് കർത്താവ് ഒത്തിരി സഹോദരിമാരെ ഇതിനകത്ത് കാണിക്കുന്നു, പെമ്മക്കളെ ഇതിനകത്ത് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ മേരി എന്ന പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മാതാവായി സ്വർഗം അസൈൻ ചെയ്ത വചനം ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന, ഗലീല പട്ടണത്തിലെ നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ സ്വർഗം കണ്ട മറിയെ പോലെ ചിലരെ കർത്താവ് ഇന്ന് രാത്രി ചില അതിപ്രധാനമായ ദൗത്യങ്ങൾക്കായി അസൈൻ ചെയ്യുന്നു. ഓ ജീസസ്. നോക്കിക്കേ, ചില കുഞ്ഞുങ്ങൾ മാതാക്കളുടെ കൂടെയൊക്കെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മക്കളെ, മേരി വിത്ത് ഓൾ റെസ്പെക്റ്റ്, ഞാൻ വചനം പറയുന്ന അതേ ബഹുമാനത്തോടെ ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ മറിയ എന്ന കന്യകയായ പെൺകുട്ടി, അങ്ങനെയാണ് വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ദൂതൻ അടുത്ത് വന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. യു ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. അവിടെയാണ് ജീവിതം തിരിയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ചിലരുടെ മേല അസാധാരണമായ ഫേവർ, അൺകോമൺ ഫേവർ. ഓ ജീസസ്. ഓ ജീസസ്. ഹല്ലേലൂയ. അൺകോമൺ ഫേവർ. നിങ്ങളോട് ഞാൻ എൻ്റെ പേഴ്സണൽ ടെസ്റ്റിമണി പറയാം. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം വളരെ ബിലോ ആവറേജ് അല്ലെങ്കിൽ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിലാണ്. എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനായിരുന്നു. കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, മാതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ധൈര്യത്തിനായി ഞാൻ എൻ്റെ സാക്ഷ്യത്തിൻ്റെ വാക്ക് പറയാം. എൻ്റെ പിതാവിൻ്റെ ഇളയ മകനായി ഞാൻ പാസനേജിൽ ജനിച്ചു വളരുമ്പോൾ ഞാൻ വലിയ സൂപ്പർ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി നല്ലതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും കണ്ടില്ല. ഞാൻ കോമൺ എന്നോ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നോ തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് ഞാൻ ഓർത്തെടുക്കാറുണ്ട്. കർത്താവേ, ഞാൻ ഇളയ മോനാണ്, എങ്ങനെയാണ് എൻ്റെ ലൈഫിൻ്റെ മുമ്പോട്ടുള്ള യാത്രകളിൽ. പക്ഷേ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയുന്നു, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കുന്ന കർത്താവിൻ്റെ ഫേവറാണ്. ഫേവർ. ഓ ജീസസ്. സൗജന്യമായി എനിക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുന്നു എന്ന വചനം പോലെ ഇപ്പോൾ ഞാൻ ഈ ഫാസ്റ്റിങ്ങിനകത്ത് ദൈവസന്നിധി മുട്ടുമടക്കുന്ന ചിലർക്ക് വേണ്ടി ആ വേർഡിനെ വച്ച് ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സെഷൻ
കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്ന ചില ജീവിതങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവരെ ക്യാരി ചെയ്യുന്ന ചില മാതാപിതാക്കളോട് പറയുന്നു. ഈ വാക്യത്തിൽ മലയാളത്തിൽ കൃപ എന്നൊരു വേർഡാണ്, പക്ഷെ കറക്റ്റ് ഫേവറാണ്. ഉലകം ചമച്ചവന്റെ ഫേവർ വന്നു വീണാൽ ഹല്ലേലൂയ മണ്ണ് പൊന്നായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ റിഫൈനിലാണല്ലോ തുടങ്ങിയത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പ്രിയ സൈച്ചാനൊക്കെ അറിയാം, മ്യൂസിക്കലി ഞാനൊരു ക്വാളിഫൈഡ് അല്ല, ട്രെയിൻഡ് അല്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ മേൽ വന്ന ഫേവറിനകത്തൂടെ കർത്താവ് ഒരു ഖനിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് പോലാണ് ഓരോന്നും. ഹല്ലേലൂയ. ആ ഫേവറിൻ്റെ പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മളില്ല, ആ ഗ്രേസിൻ്റെ പുറത്ത് നമ്മളില്ല. ഹല്ലേലൂയ. ചില കുടുംബങ്ങളോട് പറയുന്നു, ഇന്ന് കർത്താവിൻ്റെ ഫേവറിൻ്റെ കൊടിക്കകത്ത് നിങ്ങൾ കയറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ റഖശാൽ പ്രാർത്ഥന. ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ, കർത്താവിലൊന്ന് മഹത്വം കൊടുത്തേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൽ ആ ഫേവറിന് നന്ദി പറയുകയാണ്. ദൂതൻ ഇറങ്ങി വന്ന് മറിയോട് നിനക്ക് ഫേവർ ലഭിച്ചിരിക്കുക, അതാണ് കറക്റ്റ് വാക്ക്. കർത്താവിൻ്റെ ഫേവർ, കൃപ എന്നുള്ളതിൻ്റെ ഒരു വലിയ മടങ്ങാണ് ഫേവറിൽ ഞാൻ കാണുന്നത്. ധാരാളമായ കൃപ. ഹല്ലേലൂയ. ആ ഗ്രീറ്റിംഗ് കേട്ടപ്പോൾ എന്തൊരു വന്ദന, ഇതെന്തൊരു ഗ്രീറ്റിംഗ് ആണെന്ന് തിരിച്ച് മറിയ ചോദിച്ചതുപോലെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ ഞെട്ടിക്കുന്ന ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ചിലരുടെ പ്രാർത്ഥനകളിൽ ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ്, വചന ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് റിസീവ് ചെയ്യാണ് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആത്മാവിലൊരു ജംഗ്ഷന് വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഒരു ജംഗ്ഷന് വന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി കൊണ്ട് ചിലത് തിരിയുമെന്ന് ഒന്ന് കൈ ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ചിലരെ മറുരൂപ മലയിലേക്ക് കർത്താവ് ട്രാൻസ്ഫിഗറേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, ഫേവറാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ ഈ കയറിയിരിക്കുന്ന പാർട്ടിസിപ്പൻസിനോട് പറയുന്നു, ഒത്തിരി പേര് ഇതിനകത്ത് കയറാനുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കയറിയതും നിങ്ങൾ പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്യുന്നതും എല്ലാം അസാധാരണമായൊരു ഫേവറാണ്. ഒരു വലിയ കൂട്ടം താഴ്വരെ നിൽക്കുന്നു, മറ്റൊരു 12 ഒരു വലിയ കൂട്ടം താഴെ വീണ്ടും നിൽക്കുന്നു. പക്ഷെ ഒരു 3 പേരെ തെരഞ്ഞെടുത്ത് ഫേവറിൽ ട്രാൻസ്ഫിഗറേഷൻ്റെ മഹത്വത്തിൻ്റെ അളവിലേക്ക് കൊണ്ടുപോയതുപോലെ കർത്താവ് ഈ റിഫൈനിങ്ങിനകത്തൊരു ഫിൽറ്ററിങ് നടക്കുന്നതിനായി സ്തോത്രം. അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നത് പോലെ ഒരു കൂട്ടത്തെ കർത്താവ് മാറ്റി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പം കുടുംബങ്ങളിൽ ഇതുപോലെ ചില എൻകൗണ്ടറുകൾ നടക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില ദൗത്യങ്ങൾ നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. മറിയ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വേർഡാണ് അവളുടെ മേൽ വന്നത്. ഇന്ന് രാത്രിയിൽ ചിലരുടെ പ്രയർ റിക്വസ്റ്റുകളുണ്ട്, പക്ഷേ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾക്ക് അപ്പുറം നിൽക്കുന്ന എന്തോ കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ എബിലിറ്റി നോക്കി നിങ്ങളോട് സംസാരിക്കാൻ അല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മാനുഷികമായ എബിലിറ്റിക്ക് അപ്പുറം. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഈ രഹബോത്ത് മിനിസ്ട്രീസ് അവരുടെ എബിലിറ്റിയിലല്ല ഈ സൂം മീറ്റിംഗ് നടത്തുന്നത്. ഇത് എടുത്താൽ പൊങ്ങാത്തൊരു ബേർഡനാണ് സ്വർഗം ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നല്ല എക്യുപ്മെൻറ്റ്സ് ഉള്ളവരുണ്ട്, നല്ല സാഹചര്യങ്ങളുണ്ട്, പക്ഷെ സ്വർഗം ചിലരെ അസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാപ്തിക്ക് അപ്പുറമായത് സ്വർഗം ഭരമേൽപ്പിക്കും. മറിയോട് പറയാണ്, അനേകരുടെ രക്ഷയ്ക്കായി ഉത്ഭവിക്കുവാനുള്ള അത്യുന്നതൻ്റെ പുത്രനെയാണ് നീ പ്രസവിക്കാൻ പോകുന്നത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. ഇതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഉടനെ വരികയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. ചില ജീവിതങ്ങളോട് കർത്താവ് ഉറപ്പ് തരുന്നു, നിന്റെ എബിലിറ്റിക്ക് മീതെയുള്ളത് കുടുംബങ്ങളിൽ തലമുറകളിൽ കർത്താവ് ചെയ്യുമ്പോൾ, കർത്താവ് എൻ്റെ എബിലിറ്റി, എൻ്റെ പ്രാപ്തി ഇതാണെന്ന് ചിന്തിക്കരുത്, പറയരുത്. കാരണം പ്രാപ്തിക്ക് മീതെ ഉള്ളത് ചെയ്യുവാൻ, പ്രാപ്തിക്ക് മീതെ നിൽക്കുന്ന ഒരു ശക്തി കൂടെ കർത്താവ് ഇന്ന് രാത്രിയിൽ ധരിപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാനത് റിസീവ് ചെയ്യുകയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിനെ, പ്രിയ സൈച്ചാൻ ഉൾപ്പെടെ ആത്മാവിൽ സ്നേഹിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നു, ഞാൻ കഴിഞ്ഞൊരു 7 ഇയർ പോലെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ചേർന്ന് എത്ര പേര് ആമേൻ പറയും?
ഈ പ്രാർത്ഥന കൊണ്ട് ചിലർ അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്യണം. നമ്മുടെ ലൈഫോ മിനിസ്ട്രിയോ ഈ ഫെബ്രുവരി കൊണ്ട് തിരിയാൻ വേണ്ടി ദൈവസന്നിധി കാത്തിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, സഹിച്ച നമ്മുടെ മീറ്റിങ്ങിൻ്റെ വിജയം ഇനി ഇതുപോലൊരു മീറ്റിംഗ് നടത്തുന്നതിലല്ല. ഈ മീറ്റിങ്ങിൽ കയറിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ വിളിച്ചു പറയണം, ഈ മീറ്റിംഗ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് കർത്താവിൽ എൻഗേജ്ഡായി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു പടിയും കൂടെ കടന്നു പറയാം. നിങ്ങളിൽ ചിലർ ഓൺലൈൻ സെഷനുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂടിവരികളിലോ പങ്കെടുക്കാൻ കഴിയാതെ വണ്ണം ദേശങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി എൻഗേജ്ഡ് ആവട്ടെ. കർത്താവിൽ നിങ്ങളങ്ങ് ബിസി ആവട്ടെ. സ്തോത്രം. ഒന്ന് ആമേൻ പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെപ്പോഴും കൂടിയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ നിങ്ങളിൽ ചിലർ പോയി കർത്താവിന് വേണ്ടി സാക്ഷികളാകുമ്പോൾ അത് മീറ്റിങ്ങിൻ്റെ വലിയ ദൗത്യങ്ങളായി ഭരമേൽപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കറക്റ്റായിട്ടൊരു എൻകൗണ്ടർ നടന്നാൽ ഒരൊറ്റ എൻകൗണ്ടർ മതി. ഒന്ന് ആമേൻ പറഞ്ഞു. കറക്റ്റായിട്ട് ദൈവസന്നിധിയിൽ ഒന്നിരുന്നാൽ ചിലപ്പോൾ ഒരൊറ്റ 21 ഇരിക്കുന്നത് മതി. സ്തോത്രം, സ്തോത്രം. പിന്നെ നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്ത് പിന്നീട് ഇരിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളൊരു പാറ്റേണിനെ ചിലപ്പോൾ കർത്താവ് അങ്ങ് മാറ്റും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് ആമേൻ പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഞാൻ ചുറ്റിലും കാണുന്നതെല്ലാം ഈ പാറ്റേണുകളാണ്. നമ്മുടെ സന്തോഷങ്ങൾ പലതും നമ്മൾ 100 തികയ്ക്കുന്നതും 200 തികയ്ക്കുന്നതും ഒന്നുമല്ല. കർത്താവ് ഒന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചാൽ അതൊരു ലൈഫ് മുഴുവൻ കർത്താവ് നമ്മളെ അയക്കാനുള്ളതാണ്. ശ്രദ്ധിച്ചേ, പെന്തക്കോസ്ത് നാൾ ഒന്നേ ഉള്ളൂ. മനസ്സിലായവരൊന്ന് ആമേൻ പറഞ്ഞു. സ്തോത്രം. ശിഷ്യന്മാരൊന്നും പിന്നെ അയ്യോ അടുത്ത പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്നു, നമുക്ക് മാളികമുറിയിലൊന്ന് കൂടണമല്ലോ എന്ന് ആരും പറഞ്ഞില്ല. കാരണം അത് അവിടെ കൂടാൻ കഴിയാതെ വണ്ണം അവർ പെരുകി. അടുത്തത് 3000, 5000, 10000 ഒക്കെ വർദ്ധിച്ചപ്പോൾ അവർക്ക് മാളികമുറി അവരുടെ ഒരു വിഗ്രഹമായില്ല, അവർക്കൊരു പ്രൈഡായില്ല. നമ്മുടെ കൂടാരങ്ങളോ നമ്മുടെ മീറ്റിങ്ങുകളോ ഒന്നും നമുക്ക് പ്രൈഡ് ആവരുത്. ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ ഒരു തുടക്കമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഈ സൂം മീറ്റിംഗ് എൻ്റെ ഒരു തുടക്കമാണ്? ഹല്ലേലൂയ. ആത്മാവിൽ ഞങ്ങൾ ഓർത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറയും, കർത്താവേ ഞങ്ങളുടെ പിൽക്കാലങ്ങളിൽ ഞങ്ങൾ അയക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഉണർവിൻ്റെ പലയിടങ്ങളും ഇപ്പോൾ അസൂസ സ്ട്രീറ്റിൻ്റെ ഉണർവ് നടന്ന ഇടത്ത് കൃപയാൽ കർത്താവ് അയച്ചു. ദൈവമക്കളോട് ഞാൻ പറയാം, അവിടെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടോ പന്തലോ ഒന്നുമില്ല. സ്തോത്രം, സ്തോത്രം. അവിടെ ശരിക്കും ഉണർവ് നടന്ന ബിൽഡിങ് പോലും ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആകെ ഉള്ളത് അവർ ആരംഭത്തിലിരുന്ന് പ്രാർത്ഥിച്ചൊരു ബോണിബ്രെ ഹൗസ് എന്നുള്ളൊരു വീടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ നമ്മുടെയൊക്കെ കൺവെൻഷൻ 99 വർഷങ്ങൾ 100 വർഷങ്ങൾ നിൽക്കുന്നു, എന്തുകൊണ്ട് അസൂസയിൽ ഒരു ഗ്രൗണ്ടില്ല, ഒരു കെട്ടിടമില്ല, ഒന്നുമില്ല? കർത്താവ് എന്നൊരു ബോധ്യം ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ പർപ്പസ് ഉണർവ്, റിവൈവൽ എന്നത് അയക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അസൂസയിൽ നിന്ന് അനേകർ സുവിശേഷവുമായി അത് ഇവിടെ എത്തി. അത് കാരണമാണ് നമ്മൾ ഇന്ന് കർത്താവിനെ അറിയുവാനും ആരാധിക്കാനും ഇടയായിത്തീർന്നത്. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം. അപ്പോൾ നമ്മുടെ സന്തോഷം കൂടിയിരിക്കുന്നതിലാണ്, പക്ഷെ കർത്താവിൻ്റെ സന്തോഷം നമ്മളെ ഈ തീയുമായിട്ട് അയക്കുന്നതിലാണ്. ഹല്ലേലൂയ. പ്രാപ്തിക്ക് മീതെ ഉള്ള ചില ദൗത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചോണം കേട്ടോ. നിങ്ങളിൽ ചിലരുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ചില ഇടങ്ങളിലേക്ക് അയക്കും. അവരുടെ പ്രാപ്തിക്ക് മീതെയുള്ള യൂണിവേഴ്സിറ്റികൾ തുറക്കും, കോളേജുകൾ തുറക്കും. ഷാറ്റാലാബ അൺകോമൺ ആയിട്ടുള്ള ഫേവറുകൾ വെളിപ്പെടും. പക്ഷെ അവരെ നിങ്ങൾ അയക്കുമ്പോൾ തീയും കൊടുത്ത് അയക്കുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തന്നെ ഇപ്പോൾ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂഖണ്ഡങ്ങൾ യേശുവിനായി തുറക്കപ്പെടട്ടെ, സംസ്ഥാനങ്ങൾ യേശുവിനായി തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മറിയ ഇതാ ഒരു സാധാരണ ഗലീല പട്ടണത്തിലെ സാധാരണ കുടുംബത്തിലൊരു പെൺകുട്ടിയായി അതാ ദൈവശബ്ദത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയുക, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഒരു വലിയ റിഫൈനിങ് നടക്കുകയാണ്. എത്രയോ പെൺകുട്ടികളുണ്ട്, എന്നെ എത്രയോ കുഞ്ഞുങ്ങൾ കേൾക്കുന്നല്ലേ. ഹല്ലേലൂയ. മറിയയ്ക്ക് എത്രയോ ഫ്രണ്ട്സ് കാണും, മറിയയുടെ ഏജിലുള്ള എത്രയോ പേരുണ്ട്. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം ഒരു കുഞ്ഞിൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, വചനം തരുന്ന അതേ റെസ്പെക്റ്റോടാണ് ഞാൻ ആ മറിയ എന്ന ബഹുമാന്യ
വനിതയെ ഞാൻ ഇന്ന് രാത്രിയിൽ കാണുന്നത്. ഹല്ലേലൂയ. യെസ് 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 യെസ്. കർത്താവിനെ ചുമന്ന ഉദരം എത്ര ഭാഗ്യമുള്ളത് നോക്കിക്കേ. പക്ഷെ അതിൻ്റെ പിന്നിൽ ചലിച്ചൊരു ഫേവർ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പറയുന്നത് മക്കളെ, നിങ്ങൾ കർത്താവിനെ ചുമക്കുന്നവരാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ഈ പ്രയർ വാരിയേഴ്സ് എല്ലാം അനോയിന്റിങ് ക്യാരി ചെയ്യുന്നവരാണ്. രാത്രി ചിലരോട് പറയുന്നു, നിങ്ങളുടെ മേൽ ആ ബോധ്യം വന്ന് വീഴട്ടെ. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ആ കാര്യങ്ങളോ ലോകം നിങ്ങളെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് രാത്രിയിൽ അല്പം മുമ്പ് കേൾപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷയ്ക്കകത്തൂടെ നിങ്ങളുടെ മേൽ അൺകോമൺ ആയിട്ടുള്ളൊരു ഫേവർ അത് നിങ്ങളെ റിഫൈൻ ചെയ്യുകയാണ്. ഞാനിങ്ങനെ പറയും, മാറ്റി നിർത്തുകയാണ്. ഈ രാത്രിയിലെ പ്രാർത്ഥനകളിൽ ചില കുടുംബങ്ങൾ ഇതെനിക്കുള്ളത്, ഇത് ഈ ദേശത്തിന് വേണ്ടി ഉള്ളതെന്ന് സ്വർഗം പറയുന്നൊരു ശബ്ദം ആത്മാവിൽ കേൾക്കുന്നവരൊക്കെ ഒന്ന് കരങ്ങളെ തട്ടി ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഷബ ഛഖ ഥല ബ്രൊപ്രോ ഷിയാൻ ഥല ധനാർ ധന ഓരോ ഘോഷ ധന. മറിയയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു. ജോസഫിനെ ആര് കൺവിൻസ് ചെയ്യും, ദേശത്തെ ആര് കൺവിൻസ് ചെയ്യും? നീ ഭയപ്പെടണ്ട, നിനക്ക് വേണ്ടി സ്വർഗം ദൂതനെ അവിടെ അയക്കുകയാണ്. ഓ ജീസസ്. ചിലരോട് ദൈവം പറയുന്നു, നീ ചില ജോസഫുമാരെ കൺവിൻസ് ചെയ്യേണ്ടി വരത്തില്ല, നീ ചില നസ്രേത്തുകാരെ കൺവിൻസ് ചെയ്യേണ്ടി വരത്തില്ല. ജനത്തെ കൺവിൻസ് ചെയ്യാൻ നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചേ. ചിലർക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിന്റെ ചില ദൂതന്മാർ ചില ഇടങ്ങളിലേക്ക് ഇറങ്ങുന്നു. ഷബല കച്ചലമ ഷ്യാന്ധര ധനാർദ്ധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ് ലഭിച്ചപ്പോൾ മറിയ ചെയ്തൊരു കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:38 അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഓ behold the born slave of the Lord. നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം സ്തോത്രം. ദൈവപ്രവൃത്തിയെ തുറക്കുന്ന സബ്മിഷനുകൾ, കീഴ്പ്പെടലുകൾ. ഹല്ലേലൂയ. അത് വിളിച്ചു പറയുന്ന ചില വാക്കുകൾ ഹൃദയത്തിൽ ബോധ്യമുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ആ വചനം പറയുന്നത് പോലെ എന്നിൽ ഭവിക്കട്ടെ, കർത്താവ് പറയുന്നത് പോലെ എന്നിൽ ഭവിക്കട്ടെ. There is power in proclamation. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ചില കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മക്കളെ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചിലത് പറയണം. നിന്റെ മേൽ നിഴലിടാൻ അത്യുന്നതൻ്റെ ശക്തിയുണ്ട്, നമ്മുടെ മേൽ നിറയാൻ പരിശുദ്ധാത്മ ശക്തിയുണ്ട്, പ്രോമിസ് ഉണ്ട്, ഫേവറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരുമിച്ച് തുറക്കുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതുപോലെ എനിക്ക് ഭാവിക്കട്ടെ. ഞാനത് പറയുമ്പോൾ നമ്മുടെ മലയാളക്കരയിൽ ഇത് അധികം പ്രാക്ടീസ് ചെയ്യാറില്ല. ഈ പ്രൊക്ലമേഷൻ നമ്മൾ പറയണം കേട്ടോ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം എന്തു പറയുന്നു അതാണ് ഞാനെന്ന് പറയണം. സ്തോത്രം. ഓ ജീസസ്. യെസ്. യേശു എന്തു പറയുന്നു അതാണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കോവിഡിൻ്റെ പീക്ക് സമയത്തും കർത്താവ് സോങ്ങുകൾ റിലീസ് ചെയ്യാൻ ഒരു ഗൈഡൻസ് ആണ്. അച്ഛൻ ഇതിനകത്തൊരു ഭാഗമായിരുന്നു സഹിച്ചാൻ. എനിക്കറിയാം, ശരിക്കും റിസ്ക് എടുത്താണ് അന്ന്. എന്ന് വെച്ചാൽ വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട്, 5 പേരൊക്കെ കൂടാനൊക്കെ സാധ്യത ഉള്ളപ്പം ഇവർ വന്നു. പക്ഷെ ഞാൻ പറയാം, അന്ന് ആ സമയത്ത് കർത്താവ് ഒരു വലിയ ദൈവപ്രവൃത്തിയായിരുന്നു. ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് പോലെ ആ സോങ്ങുകളെ കർത്താവ് തുറന്നു. അതിൽ ഒരു സോങ് ആയിരുന്നു, ഹൃദയത്തിൻ വാതിൽ തുറക്കാം. മാതാപിതാക്കൾക്കൊക്കെ അറിയാം, ഇപ്പോൾ കൂടുതൽ ആളുകൾ CD ഒന്നും ഉപയോഗിക്കുന്നില്ല. പാട്ടൊക്കെ നിങ്ങൾ പലരും കേൾക്കുന്ന യൂട്യൂബിലാണ്. അപ്പം പലരും ചോദിച്ചു, ബ്ലസ്സിനൊന്ന് വെയിറ്റ് ചെയ്തുകൂടെ, കൺവെൻഷനുകളൊക്കെ വരുമ്പോൾ ഒരുമിച്ച് ചെയ്താൽ പോയി. ഞാൻ പറഞ്ഞില്ല, കർത്താവിൻ്റെ നിയോഗത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇതെന്തായി തീരുമെന്നോ ഒന്നും നോക്കരുത്. സ്തോത്രം. ഒന്നാമേൻ പറഞ്ഞേ. സ്തോത്രം.
അപ്പോൾ ഈ സോങ് ഹൃദയത്തിൻ വാതിൽ, പ്രിയ സൈച്ചാൻ അതിനകത്ത് ബേസൊക്കെ പ്ലേ ചെയ്തു. ജിൻസ് എന്ന് പറയുന്ന ബ്രദറാണ് കീബോർഡൊക്കെ ചെയ്തത്. മാതാപിതാക്കളോട് പറയട്ടെ, ഇത് സോങ് ഒക്കെ ഫൈനലായി. സാധാരണ എല്ലാവരും ഉണർന്നിരിക്കുന്ന ഒരു സമയമുണ്ട്, നമുക്കറിയാം, വൈകുന്നേര സമയത്തും ഒക്കെയാണ് പാട്ടുകൾ കൂടുതൽ ആളുകൾ കേൾക്കുന്നത്. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ 10 മണി 11 മണിയൊക്കെ ആവുന്ന സമയത്ത് കർത്താവിനോട് പറയാ, ഈ ടൈം നോക്കാതെ നീ ഇത് പബ്ലിഷ് ചെയ്യണം, റിലീസ് ചെയ്യണം. ഞാൻ ചോദിച്ചു, കർത്താവ് ഈ സമയത്ത് എല്ലാവരും ഉറക്കം പിടിച്ചില്ലേ ഞാൻ? പക്ഷെ കർത്താവ് ഒരു പ്രേരണ തന്നു, ഹൃദയത്തിൻ വാതിൽ തുറക്കാം, യേശുവേ വാ. ഇതിങ്ങനൊരു പ്രൊക്ലമേഷൻ പോലെ, യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇത് പബ്ലിഷ് ചെയ്യാം. രാത്രി ഞാൻ സാധാരണ പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കയറി ഇത് വാച്ച് ചെയ്യുകയും നമ്മളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുകയും ചെയ്യും. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇതെന്ത് പ്രേരണയായത്. പക്ഷെ ഞാൻ ഒരു ദൈവനാമ മഹത്വത്തിനായിട്ടൊരു സാക്ഷ്യം പറയാം. ഈ സോങ് ഞാനിപ്പോൾ വർഷിപ്പ് ചെയ്ത് പാടാൻ പോവുകയാണ്. ഇതിങ്ങനെ പബ്ലിഷ് ചെയ്ത സമയം വിത്തിൻ 5 minutes ഒരു ബ്രദർ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ്. ഇത് 2020 ലോക്ക്ഡൗണിൻ്റെ പീക്ക് നിൽക്കുന്ന സമയമാണ്, ഏപ്രിൽ മെയ് മാസം. അതായത് ഒരു ടെറിട്ടറി വിട്ട് പോകണമെങ്കിൽ പോലീസിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ദൈവമക്കൾക്കൊക്കെ ഓർമ്മ കാണും ആ സമയം. ഒരു പൈതൽ, ഒരു മകൻ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണ്, അച്ഛാ ഞാൻ കോവിഡായി, ഒട്ടും വയ്യാതൊരു മുറിയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ അപ്പനറിയത്തില്ല, അമ്മയ്ക്കറിയത്തില്ല, വീട്ടുകാരോട് എനിക്ക് പറയാൻ വയ്യ. അന്നത്തെ സിറ്റുവേഷൻ ഓർമ്മയുള്ളവർക്കായി സ്തോത്രം. എല്ലാ വാതിലും അടഞ്ഞിരിക്കുമ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പറയുക, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നാൽ എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഓ ജീസസ്. എനിക്ക് മനസ്സിലാച്ച നമ്മൾ അന്ന് റിസ്ക് എടുത്തതും ഒരുമിച്ച് കൂടിയതും പല ഇടങ്ങളിൽ നിന്ന് വായിച്ചതും ഒക്കെ, ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ചിലത് യേശു വന്നിട്ടുണ്ടെന്നും ഇത് അതുപോലെ എൻ്റെ ലൈഫ് സംഭവിക്കട്ടെ എന്നും ഒക്കെ നിങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ തന്നെ US ഒരു സിസ്റ്റർ ഇപ്പോൾ സർജറിക്ക് വിധേയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ രഹബോത്ത് പ്രെയർ വാരിയേഴ്സ് അത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് 1 മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്യാം. മാനുഷികമായിട്ട് ഒരു കരമല്ല, സ്വർഗീയമായിട്ടൊരു കരം. ഹോ റബാഖല പ്രഭാഷഖല പ്രാർത്ഥന. ഇപ്പോൾ തന്നെ അപ്രകാരം നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർ, ICUലായിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. I feel the presence of the Lord moving with tremendous power to heal to the sick, healing to the sick. Heal the sick. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ലറ്റാൽ ബ്രാഷ കറ്റാല പ്രഭാർത്ഥന. ആത്മാവിൽ ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ചിലരെ കർത്താവ് ഇങ്ങനെ സ്പിരിറ്റിൽ ചില ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചില അടച്ചു കിടക്കുന്ന മുറിക്കകത്തേക്ക് ചിലർക്ക് സ്പിരിറ്റിൽ ആക്സസ് ഉണ്ട്. കയറി ചെന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ചിലരിപ്പോൾ ധൈര്യമായിട്ട് കൈകൾ യേശുവിൻ നാമത്തിൽ വെച്ച് ശാസിക്കുന്നത് പോലെ ചിലരുടെ മേൽ ഡിക്ലെയർ ചെയ്ത് യേശുവിൻ നാമത്തിൽ ചില ഗ്രോത്തുകൾ ഡിസപ്പിയർ ആവട്ടെ. The mighty name of Jesus. Shabakala braba takasi antolo roba la katara braba shakatara arthana hora la talbra shakatala pramarthana. ഇപ്പോൾ തന്നെ ചില ഇടങ്ങളിൽ അത് തന്നെ സംഭവിക്കുന്നു. ചില സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട സ്പോണ്ടിലൈറ്റിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചിലതിന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് I rebuke that disease in the name of Jesus. Be healed, be healed, be healed. Hallelujah. Thank you Jesus, thank you Jesus. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ലെന്നുള്ള വചനം പോലെ എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും യെശയ്യാവ് എഴുതിയിരിക്കുകയാണ്. വചനത്തിൽ പറയുന്ന എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും. യെശയ്യാവ് 40:1 കംഫർട്ട് മൈ പീപ്പിൾ, കംഫർട്ട് മൈ പീപ്പിൾ. ഹല്ലേലൂയ. ചിലരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഇത് ആശ്വസിപ്പിക്കുന്ന വചനമാണ്, ഇത് ഗുണീകരിക്കുന്ന വചനമാണ്, ഇത് ആത്മീക വർധനവിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതിൻ്റെ യെശയ്യാവ് 40:2 പറയുകയാണ്, യെരൂശലേമിനോട് ആദരവോടെ സംസാരിക്കുക. ഹല്ലേലൂയ. ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ നോക്കി കർത്താവിനെ കൈൻഡ്ലി എന്തോ പറയാനുണ്ട്, ആദരവോടെ. യെസ് യെസ് യെസ്. ജീസസ്. ഹല്ലേലൂയ. അതെ, വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ചിലരോട് വളരെ കൈൻഡായിട്ടുള്ളൊരു വേർഡ് വന്നു വീഴുന്നു. ഹല്ലേലൂയ. ആദരവോടെ സംസാരിക്കുന്നു ചിലരോട്.
കർത്താവിന് ഇതാ പറയാനുള്ളത്, അവളുടെ യുദ്ധസേവ കഴിഞ്ഞെന്ന് പറയാൻ. യെശയ്യാവ് 40:2. ചിലരോട് പറയുന്നു, യുവർ വാർഫെയർ ഈസ് ഓവർ. ഓ, ഒത്തിരി നാളായി യുദ്ധം ചെയ്ത ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യുവർ വാർഫെയർ ഈസ് ഓവർ. ഓ, ആമേൻ പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. ഒത്തിരി യുദ്ധം ചെയ്തവരോട് കർത്താവ് പറയുന്നു, യുദ്ധസേവ കഴിഞ്ഞു. യെസ്, യെസ്. ഹല്ലേലൂയ. ഷാൻതാൽ പ്രഭാതഖര ബൗഷ്യാൻതാൽ പ്രഭാർത്ഥനിയ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുന്നത് പോലെ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി ഒരുക്കുന്നത് പോലെ തൻ്റെ ജനത്തിനു മുമ്പായി ചിലത് തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 40:5. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു സീസണായിട്ട് ആമേൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ആ മഹത്വം വെളിപ്പെടുമ്പോൾ താഴ്വരകൾ നികന്നോളും. എല്ലാ മലയും കുന്നും താണും വരും. വളഞ്ഞത് ചൊവ്വായി തീരും, ദുർഘടങ്ങൾ സമമായി തീരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ എഫേർട്ട് എടുത്തത് ഇങ്ങനെ ചില കാര്യങ്ങളൊന്ന് ചെയ്യാനാണ്. ഒത്തിരി ടൈം എടുത്ത്, സ്ട്രെയിൻ എടുത്ത്, സ്ട്രെസ് എടുത്ത് ചിലതിൻ്റെ മുമ്പിൽ നിന്നതിനോട് കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് കൊടുക്കുന്നു, നിങ്ങളുടെ യുദ്ധസേവകളിൽ ചിലത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇങ്ങനെ കർത്താവ് ഒരു ഉറപ്പ് തരുന്നു, കഴിഞ്ഞ 3 ഇയേഴ്സായിട്ട് ഒരു വാർഫെയർ പോലെ ചിലർ നിന്ന ചില മേഖലകളെ കർത്താവ് ഇന്ന് സെറ്റിൽ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ, ഹല്ലേലൂയ. ഓ ജീസസ്. 2021, 22, 20കളിലൊക്കെ ഇങ്ങനെ വാർഫെയർ പോലെ കയറി നിന്ന ചിലതിനെ, ഓ ജീസസ്, ഇതിനകത്ത് ചില പൂർത്തീകരണങ്ങളുണ്ട് കേട്ടോ. യെസ്, യെസ്. ഈ റിഫൈനിങ് എന്നുള്ള വേർഡിനകത്ത് തന്നെ കർത്താവ് ഇങ്ങനെ ഇതിനെല്ലാം കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ്. യെസ്, യെസ്. നിങ്ങളുടെ സ്പിരിച്വൽ മിനിസ്ട്രി ഇതുവരെ ലോകം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. യെസ്. ഞാൻ നിങ്ങളിൽ ചിലരെ നോക്കി പറയാം, നിങ്ങളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും ഊഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചിലർ നോക്കി പറയത്തില്ല, ഇത് ഇങ്ങനായിത്തീരും. ഞാനിങ്ങനെ ഇപ്പോൾ ഒരു വാക്ക് പറയാം, പ്രത്യേകിച്ച് മക്കളുമാരോട്. നിങ്ങളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലൊരു അബദ്ധം വേറെയില്ല. ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു അഭിഷിക്തനെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലൊരു അബദ്ധം അവരുടെ ജീവിതത്തിൽ വേറെയില്ല. ഓ ജീസസ്. ഇത് പറയുമ്പോൾ ചിലരുടെ മുഖത്തൊരു സന്തോഷം വരുന്നല്ലോ. ഹല്ലേലൂയ. ചിലരൊക്കെ ഇന്ന് രാത്രി ലോകം പറഞ്ഞ് ചില നിങ്ങളെ നോക്കി വിലയിരുത്തലുകൾ. യെസ്, അതെ, കറക്റ്റാണ്. നിങ്ങൾ കയറി വന്ന റൂട്ട് നോക്കിയാൽ, മറിയെ നീ കയറിയ റൂട്ട് നോക്കിയാൽ, ലോകം വിധി എഴുതാൻ പോകുന്നത് ഇത് 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 നാണക്കേടിൻ്റെ, നിന്ദയുടെ ഇടമായിത്തീരും. പക്ഷേ അടുത്ത പാസേജ് വായിക്കുമ്പോൾ എലിസബത്ത് വിളിച്ചു പറയുക, കർത്താവിൻ്റെ വാഗ്ദത്തം അതുപോലെ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹോ, മറിയ കരുതി ലോകം മുഴുവൻ നിന്ദിക്കുമെന്ന്. പക്ഷേ യേശു കർത്താവ് നടന്നു നീങ്ങുമ്പോൾ ജനം വിളിച്ചു പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരം ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. ഷാറ്റാൽ ബ്രാബ ടഖന. ആരാ മറിയെ നോക്കി ഗസ് ചെയ്തത്? ആരാ മറിയെ നോക്കി വിലയിരുത്തലുകൾ നടത്തിയത്? 30 വർഷങ്ങൾ കഴിയുമ്പോൾ ജനം ഒന്നാകെ തെരുവീതികളിൽ നിന്ന് പറയുകയാണ്, ഓ, ആ ഉദരം ഭാഗ്യമുള്ളത്. അയ്യോ ഹല്ലേലൂയ. 2000 വർഷങ്ങൾ കഴിയുമ്പോൾ വചനപ്രകാരം കൊടുക്കുന്ന മാന്യതയുണ്ട്, വചനം കൊടുക്കുന്നതിനപ്പുറം കൊടുക്കുന്ന മാന്യതയൊക്കെയായി നമ്മൾ വിളിച്ച ആ ഗലീല പട്ടണത്തിലെ മറിയ എന്ന കന്യകയെ, വാഗ്ദത്തം വിശ്വസിച്ചവളെ സ്വർഗം മാറ്റി എഴുതിയെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിങ്ങളിൽ ചിലരുടെ യുദ്ധസേവകൾ കഴിഞ്ഞു എന്ന് പറയാൻ കർത്താവ് ഈ ശുശ്രൂഷയിൽ ഉറപ്പ് തരുന്നു. സ്വതന്ത്രം, 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 സ്വതന്ത്രം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് അടുത്തൊരു പടിയും കൂടെ പറയുന്നു. ജനം ഗസ് ചെയ്തതൊരു ഒരു പരിധിയുണ്ട്. പക്ഷേ നിങ്ങളിൽ ചിലർ നിങ്ങളെ തന്നെ നോക്കി ചില വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിനങ്ങളിൽ നടത്തി. ബ്രദറെ, ഞാൻ മാക്സിമം പോയാൽ എനിക്കൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കർത്താവ് പറയുന്നു, അത് ഭയങ്കര അബദ്ധമാണ്.
അതും ഒരു അബദ്ധമാണ്. ഹല്ലേലൂയ. ചിലർ വാ കൊണ്ട് പോലും പറഞ്ഞ ചില വിധിയെഴുത്തുകളുണ്ട്. കർത്താവ് ഒത്തിരി പ്രോമിസ് തന്നിട്ടുണ്ട് ബ്രദറെ, കുറച്ചൊക്കെ ഞാൻ കണ്ടു, ബാക്കി എൻ്റെ തലമുറ ചെയ്തോട്ടെ. ഇല്ല, ഇന്ന് രാത്രി കർത്താവ് പറയും, ഇല്ല, കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യും. ഞാൻ ഈ ഭക്തനായ ഇയ്യോബിൻ്റെ വാക്യമാണല്ലോ നമ്മൾ ഈ റിഫൈനിങ്ങിന് വേണ്ടി എടുത്തത്. വെള്ളി പുറത്തെടുക്കുന്ന, പൊന്ന് പുറത്തെടുക്കുന്ന ഒരു ഇടമുണ്ടെന്ന് ഇയ്യോബ് പറഞ്ഞപ്പോൾ ഇയ്യോബ് അറിഞ്ഞില്ല, തൻ്റെ ലൈഫിനെയാണ് ഇയ്യോബ് പറഞ്ഞത്. ഇയ്യോബ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ ദേഹമൊക്കെ ക്ഷയിച്ചിട്ട് ഒടുവിൽ പൊടിമേൽ നിൽക്കും, അന്ന് ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. അത് ഇയ്യോബിൻ്റെ ഒരു ഗസ്സായിരുന്നു. ഒരു കുഴപ്പമില്ല, നല്ല പ്രത്യാശ. പക്ഷെ നമുക്കറിയാം, അധ്യായം 40 ആയപ്പോൾ ഇയ്യോബിനെ കുറിച്ച് പ്രതീക്ഷിച്ചു പോലും തെറ്റിപ്പോയി. ഇയ്യോബ് കരുതിയത് അങ്ങ് എന്ന് കാണാമെന്ന്. പക്ഷെ ഇയ്യോബിൻ്റെ ലൈഫിൽ ഇയ്യോബ് അറിയാത്ത ഒരു മഹത്വം, സകല ജഡവും കണ്ടതുപോലെ. യെസ് യെസ്. ചിലർ നിഷ്കളങ്കതയിൽ നിങ്ങളെ വിധിയെഴുതിയ ചില വിധിയെഴുത്തുകളുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ കർത്താവ് പറയുന്നു, മോനെ, നിന്നെക്കുറിച്ച് എനിക്ക് ചില സ്പെഷ്യൽ കൺസേൺ ഉണ്ട്. നിങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച്, കർത്താവിന് വേണ്ടി വില കൊടുത്ത ചിലരെക്കുറിച്ച് കർത്താവിനുള്ള ചില കൺസേൺ ഉണ്ട്, ചില നിർബന്ധങ്ങളുണ്ട്. അങ്ങനെ തന്നെ വാക്ക് പറയുന്നു. ചില കുടുംബങ്ങളെ നോക്കി പറയും, എൻ്റെ യേശുവിന് ചില നിർബന്ധങ്ങളുണ്ട്. നിന്നെ ആ ദേശത്ത് മാനിക്കുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു നിർബന്ധമാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ ഇതുവരെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ കർത്താവേ. ചിലരെ നോക്കി കർത്താവ് പറയും, നിങ്ങളെക്കുറിച്ച് കർത്താവിന് ചില നിർബന്ധങ്ങളുണ്ട്. ക്രൂശിൽ കടക്കുമ്പോൾ യേശു കർത്താവിന് എല്ലാവരെയും കുറിച്ചും നിർബന്ധങ്ങളില്ല. പക്ഷെ മറിയെ, നിന്നെക്കുറിച്ചൊരു നിർബന്ധമുണ്ട്. നിന്നെ പിടിച്ച് യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ടേ ദൗത്യം പൂർത്തീകരിക്കത്തുള്ളൂ. സ്തോത്രം. ചില മാതാപിതാക്കളോട് പറയുക, നിങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവിന് ചിലത് സെറ്റിൽ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചാർച്ചക്കാർ മറന്നെന്ന് വരും, ബന്ധുമിത്രാദികൾ മറന്നെന്ന് വരും, തലമുറകൾക്ക് പോലും പരിധികൾ ഉണ്ടായെന്ന് വരും, പരിമിതി ഉണ്ടായെന്ന് വരും. പക്ഷേ വചനം പറയുന്നു, ഞാൻ നിന്നെ ചുമക്കാമെന്നും നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്നും പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ വചനം ഭയങ്കര പവറാണ് കേട്ടോ. ഷാറ്റാൽ പ്രാബ ഷഖാറ്റാന. ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അകാരണമായ ചില ഭയങ്ങൾ ഇപ്പോൾ വിട്ടുപോകുന്നത് ഞാൻ ആത്മാവിൽ, സ്പിരിറ്റിൽ സെൻസ് ചെയ്യുന്നു. സ്തോത്രം. അകാരണമായ ചില ഭയങ്ങൾ യേശുവിൻ നാമത്തിൽ. യെസ്. ഷാറ്റാൽ ബ്രാറ്റാൽ ബ്രോഷ ടാൽ പ്രബാറ്റ ഡാകറ്റന ലെമിറ്റിക്കി നിയോഷ റോ പ്രബാർഥന. ആ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. മോളെ, നിന്റെ പേരൻസ് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നത് സ്വർഗം അറിഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ അപ്പനും അമ്മയ്ക്കും അല്ല കൺസേൺ കൂടുതലുള്ളത്, അപ്പനെ അമ്മയെ വിളിച്ച ദൈവത്തിനാണ് കൺസേൺ ഉള്ളത്. സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എസ്തർ പറഞ്ഞു, നശിക്കുന്നെങ്കിൽ ഞാൻ നശിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ആളാണ്, കാര്യം പ്രാർത്ഥിക്കുന്ന ആളാണ്, ഉപവസിക്കുന്ന ആളാണ്. പക്ഷേ എക്സ്തറിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. മാക്സിമം പോയ ബ്രദറെ, ഞാൻ നശിക്കുന്നത് അങ്ങ് നശിക്കട്ടെ, എന്നാലും ഞാൻ അങ്ങ് ഫാസ്റ്റ് ചെയ്യുക, അല്ലേ? നമ്മളിൽ ചിലർ ഇരിക്കുന്ന ഇരിപ്പൊക്കെ അങ്ങനെയാണ്. സ്തോത്രം. ആരോഗ്യമൊന്നും അനുവദിക്കുന്നില്ല ബ്രദറെ, എന്നാലും ഞാനങ്ങ് ഇരിക്കുക. പക്ഷേ ചില എസ്തർമാരോട് കർത്താവ് പറയുക, ഹല്ലേലൂയ, അങ്ങനെ അങ്ങ് നശിക്കാനല്ല നീ ഇരിക്കുന്നത്. ഈ ദിനങ്ങളിൽ ചിലരുടെ മേൽ പൊൻചെങ്കോൽ നീട്ടുന്നത് പോലെ ഈ ശുശ്രൂഷ കാലഘട്ടങ്ങളിലോ ജീവിതങ്ങളിലോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ചില മാന്യതകൾ, പട്ടിണി കടന്ന് നശിക്കാനല്ല ഇത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതാണെങ്കിൽ നീ മറുപടിയും കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ. നീ ദേശങ്ങളുടെ ഉണർവ് കാണും, നീ ജനത്തിന്റെ രക്ഷ കാണും, നീ ഒരു ചേഞ്ച് കാണും. ജീസസ്. ആത്മാവിൽ സ്തോത്രം ചെയ്തേ.
Rabatal Prabha Shakatala, Brabarthana, Jana, Shakatana, Ardhana. Thank you, Holy Spirit. Thank you, Holy Spirit. വലിയ ദൈവമഹത്വം ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത് ചലിക്കുന്നതിനാണ് സ്തോത്രം. Thank you, Jesus. Thank you, Jesus. Hallelujah. Lel Prabha, Shiandana, Prabarthana, Leketeke Shianthania. അല്പസമയം കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിന് സ്തോത്രം ചെയ്ത് അന്യഭാഷയിൽ സ്തുതിച്ച് കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ വാക്ക് സംസാരിച്ചു. സർവ്വ സൈന്യാധിപനാണ് യേശു എന്ന് ഒരു ഉറപ്പ് തന്നപ്പോൾ ഈ വാക്കുകൾ കർത്താവ് തന്നു. ആത്മാവിൽ അതൊന്ന് സ്വീകരിച്ചു. യേശു സർവ്വനാഥൻ യേശു സർവ്വനാഥൻ സർവശക്തൻ സർവസർവനാഥൻ സർവനാമത്തിന്മേലെ സർവശക്തനാകും യേശു സർവ സൈന്യാധിപന്. കാര്യങ്ങൾ രണ്ടും തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് വലിയ ജയങ്ങൾ കാൽവറിയിൽ ജയിച്ചു. സർവ സൈന്യാധി ഇവിടുന്ന് യുദ്ധം ചെയ്യുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചിലരുടെ യുദ്ധസേവ ഇന്ന് രാത്രിയിൽ തീരുകയാണ്. ആത്മാവിലൊന്ന് വിശ്വസിച്ച് സ്തോത്രം. ലബനം പ്രബലം ശകനം പുനര ജഗനം പുനരൻ ഭവനം കവനം ജഗനം പുനരൻ ഭവനം ശതുരം ഭവനം ജഗനം ധനരൻ ഭവനം. സർവ സൈന്യാധിപൻ ഉടയ്ക്കുന്നു. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുമേലത് പ്രൊഫറ്റിക്കായിട്ട് സംഭവിക്കട്ടെ. യേശുവിനാം കരങ്ങളെ തട്ടി ആത്മാവിൽ സ്തോത്രം.
ഓ അറിഞ്ഞു സിസ്റ്ററുടെ മേൽ കർത്താവ് അങ്ങനെ ഒരു ഫേവർ യേശുവിൻ നാമം മനുഷ്യർക്ക് തുറക്കാൻ പറ്റാത്ത ചില ഡോറുകൾ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ ഭയപ്പെടാതെ ഉറച്ചു മനുഷ്യനാലല്ല ധൈര്യത്താലത്ത് സർവസൈന്യാധി യേശു സർവാധികാരി സർവനാ സർവശക്തി സർവാധി യേശു Hallelujah, hallelujah. സർവസൈന്യാധി രാജാധിരാജൻ വീരനായ യേശു നല്ലവൻ, അവിടുന്ന് ജയം നൽകുന്നു. രാത്രി കർത്താവിനെ സ്തോത്രം ചെയ്യും. Oh, bless your name. Hallelujah. 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 Oh, Jesus. Hallelujah. ആരംഭത്തിൽ സൂചിപ്പിച്ചൊരു ദൈവശബ്ദം പോലെ ഈ രാത്രിയിലെ ശുശ്രൂഷകളിൽ ഇന്ന് രാത്രിയിൽ നടക്കുന്ന വിടുതലോ ദൈവപ്രവൃത്തിയൊന്നും അല്ല. ഞാൻ മിനിമം ഒരു 7 years മുമ്പോട്ട് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇതിൽ പങ്കെടുത്ത ചിലരുടെ ലൈഫിനെ, ഡെസ്റ്റിനിയെ കർത്താവ് തിരിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. കാരണം മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ പത്രോസിന് ആദ്യം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവർ ഈ മേഘവും തേജസ്സും ഒക്കെ കണ്ടപ്പോൾ അവർ യേശു കർത്താവിനോട് പറയും, ഞങ്ങളൊരു 3 കൂടാരം ഉണ്ടാക്കട്ടെ, ഞങ്ങൾ ഇവിടെ പാർക്കട്ടെ, അല്ലേ? ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അല്ലേ? പത്രോസ് പറഞ്ഞത് നല്ല കാര്യം, ഞങ്ങൾക്ക് വേണമെന്നല്ലല്ലോ, യേശുവിനും മോശയ്ക്കും എലിയാവിനും, അല്ലേ? വളരെ സിൻസിയറായിട്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു അല്ലല്ല, കർത്താവ് അവരെ മലയിൽ ഇരുത്താനല്ല മേലോട്ട് കൊണ്ടുപോയത്. കാരണം കർത്താവിനറിയാം നിങ്ങളെ ഇവിടെ ഒരു ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടെങ്കിൽ താഴ്വരയിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ഒരു ശുശ്രൂഷ ബാക്കിയുണ്ട്. സ്വതം ഹല്ലേലൂയ. അപ്പോൾ ഈ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ്റെ മഹത്വവും മഹിമയൊക്കെ കണ്ടപ്പോൾ നോക്കിക്കേ, അന്നത്തെ ദിവസം കൊണ്ട് ആ എക്സ്പീരിയൻസ് തീർന്നില്ല. സ്തോത്രം ഒന്ന് ആമേൻ പറഞ്ഞു. സ്തോത്രം. പിന്നീട് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം രണ്ട് ലേഖനങ്ങൾ എഴുതുമ്പോൾ 2 പത്രോസ് രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ വെളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കാൻ പത്രോസ് ആഹ്വാനം കൊടുത്തിട്ട് 2 പത്രോസ് 1:16 ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളിത് നിങ്ങളോട് പറയുന്ന അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായതുകൊണ്ടാണ്. സ്തോത്രം. നോക്കിക്കേ, കർത്താവിൻ്റെ പർപ്പസ് നോക്കിക്കേ, മഹിമ കാണിച്ചത് മലയിലിരുത്താനല്ല, മഹിമ കണ്ട സാക്ഷിയായിത്തീരാനാണ്. പത്രോസ് ആ മൊമെൻ്റേ കണ്ടോളൂ. ഈ സൂമിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രിയാണ് കാണുന്നത്. പക്ഷേ യേശു കർത്താവ് പത്രോസിനെ കാണുന്നത്, പത്രോസ് വർഷങ്ങൾ കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോഴും പറയുകയാണ്, ഞാൻ മഹിമ കണ്ടൊരു സാക്ഷിയാണ്, ഒരു എൻകൗണ്ടറിൻ്റെ സാക്ഷ്യം.
ചിലരുടെ ലൈഫുകളിൽ. ഓ ജീസസ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെനിക്ക് എടുത്തെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ ചിലർ പറയുകയാണ്, ബ്രദർ, ഞാൻ ആയിരിക്കുന്നതും ഞാൻ നിൽക്കുന്നതും എല്ലാം മനുഷ്യനാലല്ല, മാനുഷികമല്ല, മഹിമ കണ്ടതുകൊണ്ടാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു റിഫൈനിങ് നടക്കുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഉറപ്പ് വേണം. സ്വോത്രം, 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 ഹല്ലേലൂയ. നമുക്ക് ഈ മറിയുടെയും ജോസഫിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. വാഗ്ദത്തത്തിന് അവർ ആമേനൊക്കെ പറഞ്ഞ്, പക്ഷേ ആമേൻ പറഞ്ഞു കഴിഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദാസി അതുപോലെ സംഭവിക്കട്ടെ. അടുത്തത് പിന്നെ ക്രിസ്മസിൻ്റെ രാത്രി അല്ല കേട്ടോ, നമുക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. പിന്നെ നക്ഷത്രവും ദൂതന്മാരും ഒന്നും അല്ല, പിന്നൊരു ഓട്ടത്തിൻ്റെ സമയമാണ്. ഒന്നാമത്തെ ലേഖനം, ലൂക്കോസിൻ്റെ 1-ാമത്തെ ലേഖനം, ഈ ഏഞ്ചലിക് എൻകൗണ്ടറൊക്കെ കഴിഞ്ഞിട്ട് 1-ാമത്തെ അധ്യായം, ലൂക്കോസ് 1-ാം അധ്യായം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാക്കുകൾ തെറ്റിപ്പോകുന്നത് ക്ഷമിക്കണം കേട്ടോ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം നോക്കിക്കേ. ആ നാളുകളിൽ, അതെ, ഈ എൻകൗണ്ടർ ഉണ്ടായ അതേ നാളുകളിൽ മറിയ ഇരുന്നെന്നല്ല എഴുതിയേക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഓ, നല്ലൊരു ഫാസ്റ്റിംഗ് കഴിഞ്ഞു, നല്ലൊരു വചനം കേട്ടു, എന്നാൽ ഇരിക്കാം, ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല, കരുതല്ലേ. ചിലരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ എഴുന്നേൽക്കും. സാഹചര്യം നോക്കാതെ എഴുന്നേൽക്കും, ആരോഗ്യം നോക്കാതെ എഴുന്നേൽക്കും. കാരണം കർത്താവിനെ ചുമക്കുന്ന ചിലരെ ചില ഇടങ്ങളിൽ കർത്താവിന് അയക്കാനുണ്ട്. സ്തോത്രം, 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 ഹല്ലേലൂയ. അച്ഛാ, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയിൽ നോർത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചിലരെ കർത്താവ് പ്രത്യേകിച്ച് കമ്മീഷൻ ചെയ്യുന്നു. ഓ ജീസസ്, ഷാറ്റാൽ, ബ്രാഷാൽ, പ്രഭാറ്റ, ഖനാർത്ഥന. ഓ ജീസസ്, ചിലരെ കർത്താവ് അങ്ങനെ കർത്താവ് ഒരു ഉറപ്പ് തരുന്നു. വടക്കേ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ടഫായിട്ടുള്ള, വടക്കേ ഇന്ത്യ എന്ന് മാത്രമല്ല, ടഫായിട്ടുള്ള ചില സിറ്റുവേഷനുകളിൽ ഞാൻ പോണോ, ഞാൻ നിൽക്കണോ, ഞാൻ പിടിച്ച് നിൽക്കണോ എന്നൊക്കെ സംശയിച്ച ചിലരോട്, ഓ ജീസസ്, അതാച്ചാൽ ഇങ്ങനെയും പറയാൻ ആഗ്രഹിക്കുക. ചിലർ അവരെ കർത്താവ് ലൊക്കേറ്റ് ചെയ്ത ചില ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലരുടെ മനസ്സിലൊരു സംശയമുണ്ട്. ഞാനിത് കേട്ടത് കറക്റ്റ് ദൂതായിരുന്നോ, ഇവിടെ ആയിരുന്നോ എൻ്റെ വീട് വരേണ്ടത്, ഇവിടെ ആണോ ഞാൻ പ്ലേസ്ഡ് ആവേണ്ടത്? കാരണം അവിടെ വന്നപ്പം മുതൽ കൂടുതൽ അടഞ്ഞ ഡോറുകൾ കാണുന്ന ആരോടോ, ഓ ഷബാല ബറബ ഷ്യാൻധന ലേൽ പ്രാഭാറ്റന, നിങ്ങളുടെ ഹെവൻ അസൈൻഡ് ആയിട്ടുള്ള ചില പ്ലേസ്മെൻറ്റുകളെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയും, ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് ടഫായതല്ല, ടഫായ ഇടത്ത് നിങ്ങൾ നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് അയച്ചതാണ്. ഓ ജീസസ്. ഓ, ഈ വേർഡും സൈച്ചാനുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. സ്വോത്ര, 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 ഷബാല പ്രഭാഷ ഖാറ്റാൽ പ്രഭാറ്റഖനി അർത്ഥേനിയ. വേറെ ചിലർ പോയാൽ നിൽക്കത്തില്ലെന്ന് അറിയാവുന്ന ചില ഇടങ്ങളിൽ കർത്താവ് ചിലരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. അതുവരെ സ്മൂത്തായി പോലെ പോയ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഡ്രൈനെസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ചെയ്യരുത്. നിങ്ങളുടെ കോളിങ് ഡൗട്ട് ചെയ്യരുത്. കർത്താവിനെ ഒട്ടും ഡൗട്ട് ചെയ്യല്ലേ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇത് കർത്താവ് പറയുന്നു, എസ്പെഷ്യലി കഴിഞ്ഞ 3 വർഷങ്ങളിൽ ചില യുദ്ധങ്ങൾ കണ്ട ചിലർ, ഓ ആത്മാവിൽ എഴുന്നേൽക്കുക, ആത്മാവിൽ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതെ, മറിയ എഴുന്നേറ്റ് കേട്ടോ. ആ നാളുകളിൽ തന്നെ എഴുന്നേറ്റ്. എനിക്കത് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആണ്. കാരണം ഞാൻ ഈ വേഴ്സിൻ്റെ ഡെപ്ത് മനസ്സിലായത് ഞാനൊരു അപ്പനായപ്പോഴാണ്. ഞാൻ ഈ വാക്യം ആദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എൻ്റെ വൈഫ് ക്യാരി ചെയ്ത സമയത്താണ്. കുഞ്ഞ്, നമുക്കറിയാം, ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന ആ നാളുകളിൽ നിന്നാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ അമ്മമാരൊന്നും പെമ്മക്കൾ ക്യാരി ചെയ്യുന്ന മക്കളോട് പറയും, പടി കയറരുത്, ഹൈറ്റ് കയറരുത്, യാത്ര അധികം ചെയ്യരുത്, ഒത്തിരി കെയർ ചെയ്യണം. ഇപ്പം ചെക്കപ്പിന് പോയാലും പറയും ആദ്യത്തെ ട്രൈമസ്റ്റർ വളരെ കെയർ ചെയ്യണം. സ്വോത്രം, സ്വോത്രം. നോക്കിക്കേ, ഇനി വാക്യത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കേ. ദൂതൻ വന്ന് എൻകൗണ്ടറിൽ ആത്മശക്തിയിൽ ഉരുവായ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മറിയ എഴുന്നേറ്റു. സ്തോത്രം, 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 സ്തോത്രം. നിരപ്പായ ഇടത്തിൽ സമാധാനത്തോടെ നടന്നെന്നല്ല, ശ്രദ്ധിച്ചു നോക്കിയേക്കെ, മലനാട്ടിൽ, മൗണ്ടനിൽ ബന്ധപ്പെട്ട് ചെന്നു. സ്തോത്രം, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നേരെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന
ഹെൽത്ത് നോക്കാൻ പറ്റാത്ത, ആരോഗ്യം നോക്കാൻ പറ്റാത്ത, സാഹചര്യം നോക്കാൻ പറ്റാത്തൊരു ടഫ് സിറ്റുവേഷനിലേക്കാണ് എഴുന്നേറ്റത്. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യത്തിൻ്റെ ഗൗരവം മനസ്സിലായവർക്കായി സ്തോത്രം, സ്തോത്രം. ആരൊക്കെയോ ഇങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. സ്തോത്രം. ബ്രദറെ, ഞാൻ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കാര്യങ്ങളൊന്ന് പീസ്ഫുള്ളാക്കി നിർത്തുന്ന ചില സാഹചര്യങ്ങളിൽ കാണുന്നു. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളിൽ ചിലർ അസാധാരണമായ ചില ചലഞ്ച് ചെയ്യുന്ന ചില മിഷനുകളിലേക്ക് എഴുന്നേൽറ്റാൽ നിങ്ങൾ ഒട്ടും ക്ഷീണിച്ചു പോകല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ. മക്കളോട് പറയുന്നു, ദൈവം നിങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കേക്ക് വാക്കിന് വേണ്ടിയിട്ടല്ല, പട്ടുമെത്തയിൽ നടക്കാനല്ല. ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ആത്മകാലുകൾക്ക് തഴമ്പ് തന്നത് വേറെ ആർക്കും നടന്നു കയറാൻ പറ്റാത്ത ചില മലനാട്ടുകളിലേക്ക് ബന്ധപ്പെട്ട്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നോക്കി, ഈ യാത്രയ്ക്കൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. ബന്ധപ്പെട്ട് പോകുന്ന യാത്രയിൽ അവിടെ ഇതാ ഒരാൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. 6 മാസം അല്ലെങ്കിൽ 5 മാസമൊക്കെ ഒളിച്ചു പാർത്തിരിക്കുന്ന ഒരു എലിസബത്തിനെ പോയി കാണുക. ഹല്ലേലൂയ. നമുക്കറിയാം, അവിടെ കർത്താവിനെ ചുമന്നുകൊണ്ട് ചെന്ന മറിയ വന്ദനത്താൽ അല്ലെങ്കിൽ കൈ കൊടുക്കുമ്പോൾ അവിടെ അടുത്തൊരാൾ ജീവൻ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ദൈവ മനുഷ്യൻ ഇങ്ങനെ ഒരു ഷെയർ ചെയ്യുന്ന കേട്ടു. 1-2 രേഖകളിലൂടെയൊക്കെ ലഭ്യമായത്, എലിസബത്ത് അതുവരെയും ചുമന്നുകൊണ്ട് നടക്കുന്ന ആ പിള്ളയ്ക്ക് ഒരു അനക്കവുമില്ലാതെ, ഒരു ചലനവുമില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നൊരു സമയത്താണ് മറിയ കയറി ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ആത്മാവിലൊരു ചലനം സംഭവിക്കുമ്പോൾ ഇതുവരെ ചലിക്കാത്ത ചിലതിനെ അവിടെ ചലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യെസ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ ചിലർ ഈ ശുശ്രൂഷകളിൽ ജീവൻ പ്രാപിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാത്രമല്ല ഒരു ചേഞ്ച് വരുത്താൻ പോകുന്നത്. മറ്റ് ചിലരെ നിങ്ങൾ ചലിപ്പിക്കും, ജീവിപ്പിക്കും, ചൈതന്യം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു മറിയ ഓൾ ഓഫ് എ സഡൻ ഒരു മിഷനിലേക്ക് കയറുകയാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയ, ഞാൻ വിത്ത് ഓൾ റെസ്പെക്റ്റ് പറയുകയാണ് കേട്ടോ, ഗലീല പട്ടണത്തിലെ നസ്രത്ത് എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ സ്വപ്നവുമായി നിന്ന, അല്ലെങ്കിൽ സാധാരണ പെൺകുട്ടിയുടെ ആഗ്രഹവുമായി നിന്നൊരു മറിയെ എക്സ്ട്രാ ഓർഡിനറി അസൈൻമെന്റ് ഭരമേൽപ്പിച്ചതുപോലെ. യെസ്, യെസ്, ഞാൻ അതാണ് പറയാൻ ആഗ്രഹിച്ചത്. മക്കൾ കേൾക്കണേ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നവർ. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലേ? 3 വാക്കുകൾ പറയാം: ആഗ്രഹം, സ്വപ്നം, ദർശനം. ഈ ദിവസങ്ങളിൽ എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വാക്കുകൾ. ആഗ്രഹങ്ങളുള്ളവരെല്ലാം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്. സ്തോത്രം, സ്തോത്രം. യെസ്, ആഗ്രഹമുള്ളത് നല്ലതാണ് കേട്ടോ. കാരണം വചനം പറയുന്നതിൻ്റെ ഭക്തന്മാർ ആഗ്രഹത്തെ അവിടുന്ന് സാധിപ്പിക്കും, സാധിപ്പിക്കും. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ആഗ്രഹങ്ങളൊന്നും തുച്ഛീകരിക്കുന്ന ദൈവമല്ല. നല്ല ആഗ്രഹങ്ങളെ അറിയുന്നൊരു അപ്പ ഉള്ളതിനായിട്ട് മക്കളെല്ലാം കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു. സ്തോത്രം. ഡിസയേഴ്സ് ഹെവൻ എപ്പോഴും ഓണർ ചെയ്യും. ആരംഭത്തിൽ ഞാനൊരു വാക്യം യെശയ്യാവ് 40:1 പറഞ്ഞില്ലേ, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ആദരവോടെ സംസാരിക്കുകയും. കുഞ്ഞാഗ്രഹങ്ങളൊക്കെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ നിന്ദിക്കുമോ? അപ്പനോട് പറയാൻ കേട്ടോ. യെസ്, ഹല്ലേലൂയ. യെസ്, യെസ്. അപ്പോൾ പക്ഷെ ശ്രദ്ധിച്ചേ, ഒരു സാധാരണ ആഗ്രഹത്തിൻ്റെ അളവിൽ നിന്ന് സ്വപ്നം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡ്യൂറേഷനുള്ള, കാലഘട്ടങ്ങളെ മാറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാലങ്ങളിൽ നിലനിൽക്കുന്നതാണ് സ്വപ്നം. സ്വപ്നം. നമ്മൾ ജോസഫിനെ വിളിക്കുന്നത് സ്വപ്നക്കാരനാണ്. ജോസഫിന് ആഗ്രഹങ്ങളുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് പറയാം. അപ്പൻ്റെ ഇഷ്ടപുത്രനായിരിക്കുന്നത് ജോസഫിൻ്റെ ആഗ്രഹമാണ്, അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജീവിതം ജോസഫിൻ്റെ ആഗ്രഹമാണ്. യെസ്, യെസ്, ജോസഫിൻ്റെ ആഗ്രഹമാണ്. എല്ലാ വർഷവും പുതിയ കുപ്പായം ജോസഫിൻ്റെ ആഗ്രഹമാണ്, അല്ലേ? സഹോദരങ്ങളോട് കൂടായിരിക്കുന്നത് ആഗ്രഹമാണ്. യെസ്. പക്ഷേ സ്വർഗം ഒരു സ്വപ്നം കൊടുത്തു. ആഗ്രഹങ്ങളുടെ മീതെ നിൽക്കുന്നൊരു സ്വപ്നം കൊടുത്തു. യെസ്, നമുക്കറിയാം. ഈ സ്വപ്നം വന്നപ്പോൾ ആഗ്രഹങ്ങൾ പലതും അങ്ങ് പൊളിഞ്ഞുപോയി. ഒന്നാമേൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം,
സ്വപ്നം നടപ്പിലാവുമ്പോൾ ആഗ്രഹങ്ങൾ മാറിപ്പോകും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കർത്താവിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നീ നിൽക്കുമ്പോൾ ചിലപ്പം മനസ്സിൻ്റെ കുഞ്ഞാഗ്രഹങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് ഇച്ചിരി ടഫായിട്ട് തോന്നും. പക്ഷേ സ്വപ്നം തന്നത് സ്വർഗമാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാനിത് പറയാൻ കാര്യമുണ്ട് കേട്ടോ. ഈ പ്രയറിനകത്ത് കർത്താവ് ചിലരെ ആഗ്രഹങ്ങളുടെ ഒരു സാധാരണ എൻ്റെ തലമുറ, എൻ്റെ കുടുംബം, ആ ഒരു പരിധിക്ക് അപ്പുറത്ത് നിന്ന് കർത്താവ് ചിലരെ പൊക്കിയെടുക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കർത്താവ് ചിലർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ചില ആഗ്രഹങ്ങൾ ചില ഇടങ്ങളിൽ സാക്രിഫൈസ് ചെയ്തവരുണ്ട്, ചില വേദികൾ ഒഴിവാക്കിയവരുണ്ട്, ചില ഇടങ്ങളിൽ നിന്ന് മാറി നിന്നവരുണ്ട്. കർത്താവ് തന്നൊരു സ്വപ്നത്തിനു വേണ്ടി നീ ചില ഇഷ്ടഭവനങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ജോസഫ്, ഹോ ജീസസ്, ഹല്ലേലൂയ, യെസ് യെസ്. കർത്താവ് തന്ന സ്വപ്നത്തിനു വേണ്ടി ചില ഈ അങ്കികൾ നഷ്ടപ്പെട്ട ചിലർ ഇതിനകത്തുണ്ട്. സ്വതം ലാൽ ബ്രാ ഷക്കാല പ്രഭാറ്റൻ, അതൊരു ദൂതായിട്ട് വെളിപ്പെടുന്നല്ലോ. സ്വതം ഹല്ലേലൂയ. കർത്താവ് തന്ന സ്വപ്നത്തിനു വേണ്ടി ചില വീട് വിട്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ചില ഓഹരികൾ മാറ്റപ്പെട്ടവരുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് മാനുഷികമായ നിലയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ ഇതിൻ്റെ മേൽ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് ഉയരത്തിൽ നിന്നുള്ള സ്വപ്നമാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആഗ്രഹങ്ങളുടെ ഡ്യൂറേഷൻ ചെറുതാണ്, പക്ഷെ സ്വപ്നത്തിൻ്റെ ഡ്യൂറേഷൻ അല്പം കൂടെ വലുതാണ്. വചനം പറയുന്നു ജോസഫ് തൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 13-14 ഇയേഴ്സ് വെയിറ്റ് ചെയ്ത് കേട്ടോ. ഡേവിഡിൻ്റെ ലൈഫിലും ശമൂവേൽ എന്ന പ്രവാചകൻ വിളിച്ച് അനോയിൻറ്റിങ് ഓയിൽ പകർന്നു കഴിഞ്ഞ് നേരെ ഹെബ്രോനിൽ രാജാവായി കയറുമല്ല ചെയ്തത്. ഒരു നായയെ പോലെ ഓടി നടന്നൊരു കാലഘട്ടമുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. തൻ്റെ ആഗ്രഹങ്ങൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. മഞ്ഞും മഴയും ഏറ്റ് പക്ഷെ ഒരു സ്വപ്നത്തിനു വേണ്ടി വില കൊടുത്തപ്പോൾ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ സ്വർഗം രൂപപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, നിന്നിലുള്ള അഭിഷേക തൈലമായിരിക്കാം ഒരുപക്ഷെ ചില ഇടങ്ങളിൽ നിന്നെ മാറ്റിയത്, തള്ളി മാറ്റുന്നത് പോലെ, തട്ടി മാറ്റുന്നത് പോലെ. ഷഡ്പ്രഭാർത്ഥന. നീ ചെന്ന് കേറേണ്ട ചില ഇടങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലരെ ചില ഇടങ്ങളിൽ നിന്ന് പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, കർത്താവിന് റൂട്ട് തെറ്റിയിട്ടില്ല, കർത്താവിന് പ്ലാൻ തെറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ അത് ഷെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കൺവേ ആവുമെന്ന് എനിക്കറിയില്ല. കർത്താവ് എന്നൊരു ബോധ്യം പറയാം. ഈ ആഗ്രഹങ്ങളിലേക്കുള്ള റൂട്ടിൽ എപ്പോഴും കോമ്പറ്റീഷനുണ്ട്. കുഞ്ഞുമക്കളോട് പറയാം, നിങ്ങളുടെ ആഗ്രഹമാണ് പരീക്ഷയിൽ പാസ്സാവുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന എക്സാം ആയിരിക്കാം നിങ്ങൾ എഴുതുന്നത്. അപ്പം ആഗ്രഹത്തിന് കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷെ സ്വപ്നങ്ങൾക്ക് കർത്താവ് തന്ന സ്വപ്നങ്ങൾ ഫുൾഫിൽ ആകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്വപ്നത്തിൻ്റെ റൂട്ടിൽ കോമ്പറ്റീഷൻ കാണത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ജോസഫ് വീട്ടിൽ ഇഷ്ടപുത്രനായിരിക്കുക എന്നുള്ളത് ജോസഫിൻ്റെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ അതിനായിരുന്നു. ജോസഫിനോടുള്ള അസൂയയല്ല ഈ പുള്ളിക്ക് കിട്ടുന്ന അറ്റൻഷനും പിതാവിൽ നിന്ന് കിട്ടുന്ന ഇഷ്ടവും എല്ലാം, അതല്ലേ സഹോദരന്മാരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത്. ചുമ്മാ ജോസഫ് ഒരു ഡ്രീം കണ്ടത് മാത്രമല്ല, അവനെതിരെ അവൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ പൊതിയപ്പെട്ട സമയം തൊട്ട് ഈ ആഗ്രഹം കൊണ്ട് പൊതിയപ്പെട്ട കുറേ കോമ്പറ്റീഷനുകളുണ്ട്. സ്തോത്രം. പക്ഷേ ഈ ജോസഫ് പോയ സ്വപ്നത്തിൻ്റെ റൂട്ടിൽ അവന് കോമ്പറ്റീഷൻ ഇല്ല. മനസ്സിലായവർക്ക് ആശ്വാസം. ഇപ്പം അങ്കി കിട്ടാൻ ഭയങ്കര ഇടിയാണ്, പക്ഷെ പൊട്ടക്കിണറി വീഴാൻ ഇടിയില്ല. സ്തോത്രം. മനസ്സിലായവർക്ക് ആശ്വാസം. അപ്പൻ്റെ ഇഷ്ടപുത്രനായിരിക്കാൻ ഭയങ്കര മത്സരമാണ്, പക്ഷെ കാരാഗ്രഹത്തിൽ പോകാൻ ഒരു ചേട്ടനെയും ഒരു മത്സരവും ഇല്ല. സ്തോത്രം. ഇപ്പം മനസ്സിലായി. സ്തോത്രം. താങ്ക് യു ജീസസ്. ചിലർക്കൊരു ബോധ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ചിലർ പോകുന്ന റൂട്ടിൽ നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടത് വേറെ ആരും നിങ്ങളോട് മത്സരിക്കാനില്ല ആ ഭാഗത്ത്. സ്തോത്രം. മത്സരമുള്ള ചില ഇടങ്ങളിൽ നിന്ന് അങ്ങ് മാറിക്കണം കേട്ടോ. സ്തോത്രം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ചില നാളുകൾ കഴിയുമ്പം വരണ്ട ദേശത്ത് പാർത്ത മത്സരികൾ നിന്റെ മുമ്പിൽ ഒഴിഞ്ഞ ചാക്കുമായി വന്ന് നിൽക്കുമ്പോൾ അറിയാം, യേശുവേ എന്നെ ഇവിടുന്ന് മാറ്റിയതിന് നന്ദി. സ്തോത്രം.
ഓ ഹല്ലേലൂയ. ശബലബറ ശഠരബലധന. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ അതൊന്നുകൂടെ പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മത്സരികൾ വരണ്ട ദേശത്തുനിന്നും പാർക്കും. പക്ഷെ ചിലർ പ്രാർത്ഥിക്കുന്ന ചിലരെ വരണ്ട ദേശത്തുനിന്ന് കർത്താവ് മാറ്റുന്നു, മത്സരികളുടെ ഇടയിൽ നിന്ന് മാറ്റുന്നു. ഓ ആഗ്രഹങ്ങളുടെ ദേശത്തുനിന്ന് മാറ്റുന്നു. ഓ പകരം നീ സ്വപ്നത്തിനു വേണ്ടി നിന്നാൽ മത്സരിച്ച ചിലർ നിന്റെ മുമ്പിൽ ഒഴിഞ്ഞ ചാക്കുമായി വന്ന് നിൽക്കുമ്പോൾ അറിയും, ഓ സ്വപ്നത്തിന്റെ വിലയായിരുന്നു വലുത്. ഓ സ്വപ്നത്തിലേക്ക് റൂട്ടിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മ ഉറപ്പ് തരുന്നു, ഈ റൂട്ടിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ റൂട്ടിൽ നിങ്ങളോട് മത്സരിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ പെയിനിലൂടെ പോകാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ ജീസസ്. ഈ വഴിയിൽ പോകാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരെയും സ്വർഗം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓ ജീസസ് ജീസസ് ജീസസ്. ഹല്ലേലൂയ. IELTS എഴുതാൻ ഒത്തിരി പേര് കാണും, പക്ഷെ മക്കളുടെ കൂട്ട് പോകുന്നത് മക്കൾ മാത്രമേ കാണത്തുള്ളൂ. സ്വതം സ്വതം സ്വതം. ചില കുഞ്ഞുങ്ങളോട് പറയുന്നത്, നീ എഴുതുന്ന എക്സാം എഴുതുന്ന ഒത്തിരി പേര് കാണും, പക്ഷെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു റൂട്ട് അത് നിൻ്റെത് മാത്രമായിരിക്കും. സ്വതം സ്വതം. നോക്കിക്കേ, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ ക്രോസ് ചെയ്ത റോഡ് പിന്നൊരു ഹൈവേ ആയിട്ട് സ്വർഗം പ്രഖ്യാപിച്ചില്ല. അവർ കയറി സ്വർഗം അത് അടച്ചു. സ്വതം സ്വതം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരെ പിന്തുടർന്ന് വന്ന ശത്രുവിന് പോകാനല്ല ആ റോഡ്. സ്തോത്രം സ്തോത്രം. ആമേൻ പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഞാൻ രസകരമായ രണ്ടാമത്തെ ഒരു ഭാഗം പറയാം. കർത്താവ് അതിൻ്റെ അടച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇതിൽ ചില പുള്ളികൾ തിരിഞ്ഞു പോകാനും അവരുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിയില്ലല്ലോ, ഞങ്ങൾക്ക് അതില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ പിന്നെ നമുക്കൊരു ഹൈവേ കിടക്കുമല്ലേ, തിരിച്ചു പോകാം. അവരെയും കൂടെ ബ്ലോക്ക് ചെയ്യാനാണ് കർത്താവ് അടച്ചത്. സ്തോത്രം. ഒന്ന് ആമേൻ പറഞ്ഞേ. സ്തോത്രം സ്തോത്രം. സ്വപ്നത്തിൽ കയറി നിന്ന് ചിലരോട് പറയാം, നിങ്ങൾക്കിനി എക്സിറ്റ് ഇല്ല, നിങ്ങൾക്കിനി എക്സിറ്റ് ഇല്ല, നിങ്ങൾക്കിനി യു ടേൺ ഇല്ല. സ്തോത്രം സ്തോത്രം. രഹബോത്ത് മിനിസ്ട്രിക്ക് ഇനി പുറകോട്ടൊരു കാലില്ല. സ്തോത്രം സ്തോത്രം. ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച ചില മധ്യസ്ഥത അണയ്ക്കാൻ തീരുമാനിച്ച പ്രെയർ വാരിയേഴ്സിനോട് പറയുന്നു, ഇനി പുറകോട്ടൊരു റൂട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഈ റൂട്ട് നിങ്ങൾക്ക് വേണ്ടി, ഈ ശുശ്രൂഷ ചിലർക്ക് വേണ്ടി പറയുകയാണ്. ഈ കലപ്പേന്ന് ഇനി മാറിയാൽ നിനക്കിനി നിലനിൽപ്പില്ല. ഇതിനകത്ത് മുമ്പോട്ട് പോവുക. ഒറ്റ റൂട്ടേ ഉള്ളൂ, മുമ്പോട്ട് പോവുക. ഷബല പ്രഭാറ്റല റഖാറ്റന ലേബ്രാഷഖ ചരാർത്ഥന. നോക്കിക്കേ, സ്വപ്നത്തിന് നിൽക്കുന്ന ജോസഫ് അടിമയായിട്ട് പോകുമ്പോൾ കുതറി ഓടാനൊന്നും നിന്നില്ല. കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി അപ്പൻ്റെ വീട്ടിൽ വരാനൊന്നും നിന്നില്ല. മുമ്പോട്ട് പോവുക, മുമ്പോട്ട് പോവുക. യെസ് 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 യെസ്. ഈ റൂട്ടിൽ കൈപിടിച്ചിറക്കിയ കർത്താവ് ചിലരോട് പറയുന്നു, ഇതിൻ്റെ ഫുൾഫിൽമെന്റ് കർത്താവിൻ്റെ കയ്യിലാണ്. മുമ്പോട്ട് പോവുക, മുമ്പോട്ട് പോവുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവേ, അങ്ങ് ചിലരെ അടുത്ത ഒരു ഘട്ടത്തിനു വേണ്ടി തുറന്നിരിക്കുന്നതിനായി നന്ദി നന്ദി നന്ദി. ഡിസയേഴ്സിന്റെ അളവ് അങ്ങ് പൊട്ടിച്ചിരിക്കുക. സ്തോത്രം സ്തോത്രം. ഓ ജീസസ്. ഡ്രീമിന്റെ അളവിലേക്ക് ചിലരെ ഇന്ന് രാത്രിയിൽ ഓപ്പൺ ചെയ്തിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന് ഞാൻ ഒത്തിരി നന്ദി പറയാണ്, കാരണം ഈ വേർഡ് എന്നെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് ഞാൻ ചില അഭിഷിക്തന്മാരെ കാണും. ഹല്ലേലൂയ. വചനം ഇങ്ങനൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്തിൽ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമ്പോൾ പുത്രന്മാരും പുത്രിമാരും ഒക്കെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് പ്രവചിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കാണ്, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ ദർശിക്കും. ഇപ്പോൾ ശുശ്രൂഷയുടെ ഒരളവിലൊക്കെ നിൽക്കുമ്പോൾ ഇനി ഒന്നുമില്ല, തൃപ്തിയായി, ഇനി ഞാൻ എൻ്റെ തലമുറയെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഇല്ല. കർത്താവ് പറയും, ഈ സമയം നീ സ്വപ്നം കാണേണ്ട ടൈമാണ്. ഓ ജീസസ്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ എൻ്റെ കർത്താവ് ചില പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെ, ചിലവരുടെ മടങ്ങി വരവുകൾ സ്വപ്നം കാണാൻ കർത്താവ് ബുദ്ധി ഉപദേശിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ദാനിയേൽ ഇതാ പ്രവാസത്തിലേക്ക് പോകുന്നൊരു സമയം 9-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ബോധ്യം കൊടുത്തു. ദാനിയേൽ 9-ാം അധ്യായം, യിരെമ്യാവ് ഒരു പ്രവചനം എഴുതി വെച്ചിരിക്കുന്നു. 70 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഒരു മടങ്ങി വരവുണ്ട്. ഹല്ലേലൂയ. ആ ഡ്രീം അങ്ങോട്ട് കയറിയപ്പോൾ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം ഒരു പ്രയറിന്റെ അധ്യായമായി മാറി. യെസ് യെസ് യെസ്. ചിലരോട് പറയുന്നു, ദൈവസഭയുടെ മടങ്ങിയ വരവ് നിങ്ങൾ സ്വപ്നം കാണും, ദൈവജനത്തിൻ്റെ മടങ്ങിയ വരവ് നിങ്ങൾ ഡ്രീം കാണും. സ്തോത്രം സ്തോത്രം. ഈ കാണുന്ന ബഹളങ്ങൾക്കും ഒക്കെ അപ്പുറം ഒരു വലിയ റെമനന്റിനെ കർത്താവ് മടക്കിക്കൊണ്ടുവരാൻ പോകുന്നു എന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം ചെയ്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. യെസ് യെസ് യെസ്. അപ്പം അതൊരു ഡ്രീമിൻ്റെ ലെവലാണ്. ഞാൻ ഇന്ന് രാത്രി നമ്മൾ ഒരല്പസമയം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവിനോട് പറയുന്നു, ഡിസയേഴ്സ്, ഡ്രീം, അതിനപ്പുറം നിൽക്കുന്നൊരു കാര്യമുണ്ട്, വിഷൻ. ഓ ജീസസ്, വിഷൻ വിഷൻ. ഞാൻ ആ വാക്ക് വളരെ കർത്താവിൽ ആശ്രയിച്ചാണ് എടുക്കുന്നത്. ഹല്ലേലൂയ. കാരണം വിഷൻ ഒരിക്കലും പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വിഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതാണ്. ഓ ജീസസ്. വിഷൻ പ്രസംഗിച്ചാൽ അതുപോലെ അബദ്ധം വേറെയില്ല. സ്തോത്രം സ്തോത്രം. വിഷൻ പ്രസംഗിക്കാം, പക്ഷേ വിഷൻ നിങ്ങൾക്ക് തരാൻ കർത്താവിനെ പറ്റത്തുള്ളൂ. ഇത് ഹെവൻ്റെ പരിപാടിയാണ്. സ്തോത്രം സ്തോത്രം. നിങ്ങളെ നോക്കി എ മാൻ ഓഫ് വിഷൻ എന്ന്, എ വുമൺ ഓഫ് വിഷൻ എന്ന് പറയണം. ഓ, ഞാൻ ഈ കാണുന്നത്, ഈ സൂം മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ നിങ്ങളിൽ ചിലർ നിന്നൊരു തലമുണ്ട്, ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ല ബ്രദർ എന്ന് പറഞ്ഞ ചില തലത്തിൽ നിന്ന് കർത്താവ് ചിലരെ ഹെവൻലി ഡിസയേഴ്സിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് തുറന്നു. അടുത്ത പടി സ്വപ്നങ്ങളിലേക്ക് തുറന്നു. പക്ഷെ കർത്താവ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കർത്താവ് ചിലർ കണ്ണുകളെ മൂടി ആത്മാവിൽ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വിഷൻസ് ഓപ്പൺ ആവട്ടെ. വിഷൻ 7 ഇയർ ഒന്നും അല്ല. വിഷൻ എന്ന് പറയുന്നത് ഒരു ജനറേഷനും കൊണ്ട് നിൽക്കുന്നതല്ല. വിഷൻ വിൽ മൂവ് അക്രോസ് ജനറേഷൻസ്. ഓ ജീസസ്. ലബാല ഖബാഷ ഖാറ്റന. ദർശനങ്ങൾ എന്ന് പറയുന്നത് ആണ്ടുകൾ കൊണ്ടോ തലമുറ കൊണ്ടോ നിൽക്കത്തില്ല. ദർശനം കണ്ടേജിയസ് ആണ്. ഓ, അതിങ്ങനെ പകർന്നു കൊടുക്കുന്നതാണ്. ഓ, ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് പറയുന്നു, ആഗ്രഹങ്ങൾ നിറവേറട്ടെ, സ്വപ്നങ്ങൾ ഫുൾഫിൽ ആകട്ടെ, പക്ഷെ ദർശനങ്ങൾ തലമുറകളിലേക്ക് പകരുക പകരുക. ഓ യെസ് യെസ്. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. നമുക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധമുണ്ട്. വിഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വർക്കിനെയാണ് കണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണേ. വർക്ക് അക്കംപ്ലിഷ് ചെയ്യുന്നത് നല്ലതാണ്, നല്ലതാണ്. പക്ഷേ വർക്ക് അക്കംപ്ലിഷ് ചെയ്യുന്നതല്ല വിഷൻ. ഒരു ബിൽഡിംഗ് ഉയരുന്നതല്ല വിഷൻ. ഒരു ലാൻഡ് വാങ്ങുന്നതല്ല വിഷൻ. ഓ ജീസസ്, ഓ ജീസസ്. ദർശനം വലുതാണ്. ഓ, ദർശനം വലുതാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അതൊന്ന് കൺവിൻസ് ചെയ്യണേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഏറ്റവും മഹത്തരമായൊരു ദർശനം ഞാൻ പറയാം, ക്രിസ്തു ദർശനം, യേശു കർത്താവിൻ്റെ വിഷൻ. ഓഹോ ഹല്ലേലൂയ. ഞാൻ പറയാം, ചില ഇതിനകത്തിരിക്കുന്ന ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. ആത്മാവിൽ അങ്ങനെ അങ്ങ് പറയാം. നിങ്ങളിൽ ചിലരെ ലോകം ഒരു ലീഡറായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഉയർത്തുന്ന ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടല്ല. ഓ, അത് വർക്ക് വെച്ചിട്ടുള്ള വാക്കുകളാണ്. മനുഷ്യൻ പറയുന്ന വാക്ക് അങ്ങനെ. പക്ഷെ നിങ്ങളിൽ ചിലർ ലോകം വരുന്ന കാലങ്ങളിൽ പറയും അതൊരു ലീഡറായിരുന്നു. കാരണം അതൊരു തലമുറയെ വിഷനിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളൊരു തലമുറയിലേക്ക് യേശുവിനെ കൊടുത്താൽ, ക്രിസ്തു ദർശനം കൊടുത്താൽ, വിഷൻ, ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൽ നിങ്ങൾ മാറാതെ. ഓ, നിങ്ങൾ നോക്കിക്കേ, പൗലോസിനെ നോക്കിക്കേ. പൗലോസിൻ്റെ ലൈഫിൽ ആഗ്രഹങ്ങളുണ്ടായിരുന്നു അല്ലേ? റോമിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹം, അത് കർത്താവ് ഫുൾഫിൽ ചെയ്തു. പക്ഷെ അതോടൊപ്പം കർത്താവ് ഒരു സ്വപ്നം കൊടുത്തു, നീ ജാതികൾക്ക് വെളിച്ചമായി തീരേണ്ടവനാണ്. യെസ്, കർത്താവ് ആ സ്വപ്നവും ഫുൾഫിൽ ചെയ്തു. ദേശങ്ങളെ സുവിശേഷം കൊണ്ട് നിറച്ച് ആത്മാക്കളെയൊക്കെ നേടിയ ദൈവമനുഷ്യൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, ഞാൻ ഈ നേടിയതും ചെയ്തതും എല്ലാം ഒന്ന് പുറകോട്ട് മാറ്റി വെച്ചോട്ടെ.
കാരണം ഞാനൊന്നും ആയിട്ടില്ലെന്നൊരു തോന്നൽ എന്നെ വന്ന് വീഴുന്നു. കാരണം മുമ്പിൽ ഞാൻ മറ്റൊന്ന് കാണുന്നു, പിന്നിലുള്ളതെല്ലാം മറന്ന് ഞാൻ മുമ്പിലുള്ളതിലേക്കാകുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനം. യെസ്, ക്രിസ്തു ദർശനം കാണാൻ ആഗ്രഹിച്ച ഒരു അഭിഷിക്തം പറയുക, ഞാൻ ഈ ചെയ്ത വർക്കൊന്നും നിങ്ങൾ എൻ്റെ വിഷനായി കാണരുത്. നോക്കിക്കേ, ഒരു ദൈവമനുഷ്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് ജനറേഷൻസ് കഴിഞ്ഞിട്ടും ആ ലേഖനങ്ങളിൽ നമ്മൾ കർത്താവിനെ കാണുകയാണ്. ഈ സൂം മീറ്റിംഗ് 21 ഡേയ്സോ എത്രയോ ദിവസങ്ങൾ നിൽക്കട്ടെ, യെസ്, പക്ഷെ ഇത് ജനറേഷൻസിനപ്പുറം പോകാൻ ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവ് ഒരു വിഷൻ ഇടാൻ പോവുകയാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളുടെ പ്രാപ്തിക്ക് അപ്പുറമുള്ളൊരു കാര്യമാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോപ്പച്ച. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ എക്സാം ഒന്ന് പാസ്സാവണമെന്നും ഞങ്ങളുടെ തലമുറ ഒന്ന് അവരുടെ ജീവിതം ഒന്ന് രക്ഷ പ്രാപിക്കണമെന്നും ഞങ്ങളെ അങ്ങ് ഏൽപ്പിച്ച ശുശ്രൂഷ ഒന്ന് പൂർത്തീകരിക്കണമെന്നും ഒക്കെ ഞങ്ങൾ കുഞ്ഞാഗ്രഹങ്ങളായിരുന്നു കർത്താവേ. പക്ഷേ മറിയെ വിളിച്ച് അതിപ്രധാനമായിട്ടൊരു ദൗത്യം ഏൽപ്പിച്ചതുപോലെ തലമുറകൾ ടെസ്റ്റിഫൈ ചെയ്യുന്ന ഇതിനായിട്ട് ചിലരെ ഒന്ന് തുറക്കണമേ. അതിനായിട്ട് തുറക്കപ്പെടട്ടെ. അല്പസമയം അന്യഭാഷകളിലൊന്ന് സ്തോത്രം ചെയ്ത് ജീസസ്, we worship you. Lemetal Brabashi, Lanbra Tekeni, Amshakoro, Rolbra Tekeni, Arthenia. Worship you, Jesus. Worship you, Jesus. കർത്താവേ, ഞങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ്റെ കാവൽ വേണം. പരിശുദ്ധ